വിശുദ്ധനാ, ഭയങ്കര കൃപയാ, ഭയങ്കര കൃപയാ. വേദപുസ്തകം ഇങ്ങനെ തുമ്മിയ മർക്കോസിൽ വീഴും. പക്ഷെ സഭയിൽ 40 കൊല്ലമായിട്ട് 30 പേരേ ഉള്ളൂ. എന്തോ പറ്റി? ബഹുമാനപ്പെട്ട കൃപേ, അതെന്താ 40 കൊല്ലമായിട്ട് സഭയ്ക്കകത്ത് 30 പേരായി പോയേ? അതൊന്ന് 100 ആക്കാൻ മേലായിരുന്നു. ഈ കൃപ കൊണ്ട് നീ കൈ വെക്കുന്നിടത്ത് വിടുതലുണ്ടോ? നീ കാല് ചവിട്ടുന്നിടത്ത് അഭിഷേകമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. നിന്റെ സഭയിലുള്ളവരുടെ പൈസ മുഴുവൻ കണ്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൊടുക്കാതെ നീ കൈവച്ച വിടുതലില്ലെങ്കിൽ മർക്കോസ് 16 കീറിക്കളാം. മുഖവരകൾ കൂടാതെ ഞാൻ തിരുവചന ഭാഗത്തേക്ക് കിടക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെച്ചിട്ട് തുടങ്ങാം. 500 രൂപ മണിയോർഡർ കൊണ്ടൊരു പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, നിങ്ങൾ വീട്ടിനകത്ത് സോഫയിൽ ഇരുന്നുകൊണ്ട് പോസ്റ്റ്മാനോട് അകത്തോട്ട് കൊണ്ടുവന്ന് തന്നിട്ട് പോടോ എന്ന് പറയുമോ? എഴുന്നേറ്റ് പുറത്ത് ചെന്ന് ഉപ്പിട്ട് മേടിക്കുമോ? ഉത്തരം പറ. എഴുന്നേറ്റ് ഇവിടുത്തെ ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന 500 രൂപ പുറത്ത് ചെന്ന് ഉപ്പിട്ട് മേടിക്കാൻ അറിയാവുന്ന നമ്മളിൽ പലരും സ്വർഗത്തിലെ തമ്പുരാൻ തരുന്ന ദൂത് കിടന്നുണ്ടല്ലോ മേടിക്കുന്നേ. പിടികിട്ടില്ല ആർക്കും. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ചെറു താമസം വരും. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പുരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പോസ്റ്റ്മാൻ തരുന്ന 500 രൂപയുടെ വില പോലും സ്വർഗത്തിലെ പരിശുദ്ധാത്മാ പറയുന്ന ദൂതിനില്ലേ? അങ്ങനെയാണ് ഞാൻ സ്വർഗത്തിലെ പോസ്റ്റ്മാന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ജോലിക്കാരനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചെന്നിത്തലയിൽ യേശുവിന് ഇറങ്ങി വന്ന് ദൂത് പറയാൻ പറ്റില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് 3.5 വർഷം തമ്പുരാൻ ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൗത്യം തീർന്നു, മിഷൻ തീർത്ത കർത്താവ് പോയി. കർത്താവ് ഇനി ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന തന്റെ വിശ്വസ്തന്മാരെയാ, തന്റെ വിശുദ്ധന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നേ. അങ്ങനെ തമ്പുരാൻ ഏൽപ്പിച്ച ശുശ്രൂഷയുമായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആമേൻ. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ, തമ്പുരാൻ ഒരു ആലോചന പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ മലയാളി പഠിക്കണം. ആമേൻ. കസേരയിൽ ആണിയടിച്ച് വെച്ചിരുന്ന് ആരാധിച്ചിട്ട് കൈയടിച്ചിട്ട് പോകുന്ന ഒരു പാരമ്പര്യമല്ല വേണ്ടത്. അകത്തളത്തിനകത്ത് തീ കത്തിയാൽ ഇരിക്കുന്നിടം മറന്ന് ആരാധിക്കുന്ന, ആമേൻ ആമേൻ ആമേൻ, തീ പിടിച്ച പെന്തക്കോസ്തിന്റെ തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കുറിവാക്യം കുറിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാൻ ഒരു പ്രേരണ കിട്ടുന്നില്ല. ഞാൻ ദൈവം പറയുന്ന ഒരു ആലോചന വഴി ഇങ്ങനെ പോവുക. പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തിയ മോശ പർവ്വതത്തിൽ തീ കണ്ടു. ആമേൻ. അവിടെ നിന്നു. അഭിഷേകത്തിന്റെ തീ കണ്ടാൽ നിൽക്കുന്നവനെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. എവിടെ തീ കത്തിയാൽ എനിക്കെന്നാ എന്ന് പറയുന്നവരെ ദൈവത്തിന് വേണ്ട കേട്ടോ. തീ കണ്ടാൽ, വാ, തീ കണ്ടാൽ അതിനകത്ത് ഒരു കഷ്ണം വിറകെടുത്തിട്ട് അത് ഒന്നുകൂടെ കത്തട്ടെ എന്ന് പറയുന്ന പൗലോസുമാരിയാ ദൈവത്തിന് വേണ്ടത്. ഇന്ന് രാത്രിയും മുറ്റത്ത് തീ കത്തുന്ന കണ്ടാൽ അവൻ ഒരു കൈ ഫെഡറൽ ബാങ്കിലും മറ്റേ കൈ സ്റ്റേറ്റ് ബാങ്കിലും വെക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. അത് ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുന്നവരെ, ശരീരം ദൈവത്തിന് വിട്ടുകൊടുത്ത് ആരാധിക്കുന്ന ഒരു തലമുറയെ കർത്താവിനെ നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മോശ പർവ്വതത്തിലേക്ക് നോക്കിയപ്പോൾ തീ. ആമേൻ. മോശ തന്റെ വലത്തേക്കാൽ, ആമേൻ. മോണിറ്ററായ മക്കളെ കുറച്ച് ഞാൻ വന്നപ്പോൾ ഉള്ളതില്ലല്ലോ. ഹല്ലേലൂയ. പർവ്വതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. പർവ്വതത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ, തീ കണ്ടിടത്തോട്ട് കയറാൻ തുടങ്ങുന്ന പാസ്റ്റർ മോസസിന്റെ ഇടത്തെ കാലിൽ ഒരു സ്പർശനം, വലത്തെ കാലിൽ ദർശനം, ഇടത്തെ കാലിൽ സ്പർശനം. ആമേൻ. വിളിച്ചു പറഞ്ഞ യഹോവേ. പർവ്വതത്തിൽ നിന്ന് തിരിച്ച്, എന്നാ മോശേ?
കയറി വരാൻ ആഗ്രഹമുണ്ട്. എന്റെ കാലയിൽ ഒരു സ്പർശനം. പർവ്വതത്തിൽ നിന്ന് ചോദ്യം, ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല, ഇത് പ്രസംഗ ഭാഷയാ. മോശേ, അതാരാ സ്പർശനം? ഉത്തരം, അമ്മായിയപ്പന്റെ ആടാ. ചിലരൊക്കെ എന്നാന്നറിയോ ഫസ്റ്റേ, ഏത് കൺവെൻഷൻ വെച്ചാലും ബില്ലീകരണം വന്നാൽ അനങ്ങാത്ത, അത്യാവശ്യം ദശാംശവും സ്വോത്രകത്തിക്കുള്ള ആട് വീട്ടിലുണ്ടതാ. ജന്മത്ത് നന്നാകുകയല്ല, ജന്മത്ത് നന്നാകുകയല്ല. അത്യാവശ്യം ജീവിക്കാനുള്ള ആട് മോശയുടെ കൂടെ ഉണ്ട്. ആ മാടാ കാലെ പിടിച്ചിരിക്കുന്നേ. തമ്പുരാൻ പറഞ്ഞു, നീ ആടിനെ ഒന്ന് പറയാൻ പറഞ്ഞു. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മോശയുടെ കൂടെ എത്ര ആടുണ്ട്? അറിയത്തില്ലെന്ന് പറ. അറിയത്തില്ലെന്ന് പറ. എനിക്കും അറിയത്തില്ല. ഇത് അറിയാത്ത കാര്യം നമ്മളെങ്ങനെ പറയുന്നത്? എണ്ണമൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ഉപദേശ പ്രസവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 300 ചുമ്മാ ഞാൻ ഇടുക. ഒരു 300 ആട്. പാസ്റ്റർമാർ പറ, ജീവിക്കാനാന്നോ അത് പോരെ ആരുടെ പാസ്റ്ററെ? അതിന്റെ ദശാംശം പോരെ? അതാ ഒരുപാട് മോശമാർ ഇപ്പോഴും പർവ്വതത്തിന്റെ കീഴിൽ നിൽക്കുന്നേ. മനസ്സിലായോ? പക്ഷെ പറഞ്ഞു, ദൈവമേ, കൃത്യം അറിയില്ലെങ്കിൽ ഒരു 300 ഉണ്ട്. പർവ്വതത്തിന് അടുത്ത വിളി, മോശേ, 300 വിട്ടിട്ട് കയറി വാ, 30 ലക്ഷത്തെ കൈ തരാവാ. കൃപയുള്ളവർ എന്റെ കൂടെ ആരാധിക്കാൻ മനസ്സോടുവർ ആരാധിക്കുക. ഇന്ന് രാത്രി ചിലതൊക്കെ വിടാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആ പഴയ പാരമ്പര്യം ഉണ്ടല്ലോ, ആ കയ്യും കെട്ടിയുള്ള ആ ഇരിപ്പ്, ആ കൺവെൻഷന് പോയിട്ട് ആ കരിങ്കല്ല് പോലെ, ആട്ടുകല്ല് പോലെ ഈ നിന്നെ കൊല്ലും ഞാനും ചാകുമെന്ന് പറഞ്ഞുള്ള ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കുക. ദൈവം ചിലത് ചെയ്യാൻ പോവാ. ദൈവം ചിലത് ചെയ്യാൻ പോവാ. ദൈവം തന്നെ തൊടാൻ പോവാ. എല്ലാ പാരമ്പര്യ വിട്ടുകളാ. വേറെ ആരെ പോലെ നീ ആകരുത്. വേറെ ആളെ സാദൃശ്യപ്പെടുത്തരുത്. ഒരു അഭിഷേകത്തിന്റെ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മശക്തിയിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ദൈവകൃപയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കാൻ. യെസ്, വിശുദ്ധന, ഭയങ്കര കൃപയാ, ഭയങ്കര കൃപയാ. വേദപുസ്തകം ഇങ്ങനെ തുമ്മിയാ മർക്കോസ് വീഴും. പക്ഷെ സഭയിൽ 40 കൊല്ലമായിട്ട് 30 പേരേ ഉള്ളൂ. എന്തോ പറ്റി? ബഹുമാനപ്പെട്ട കൃപേ, അതെന്താ 40 കൊല്ലമായിട്ട് സഭയ്ക്കകത്ത് 30 പേരായി പോയേ? അതൊന്ന് 100 ആക്കാൻ മേലായിരുന്നു. ഈ കൃപ കൊണ്ട് നീ കൈ വെക്കുന്നിടത്ത് വിടുതലുണ്ടോ? നീ കാല് ചവിട്ടുന്നിടത്ത് അഭിഷേകമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. നിന്റെ സഭയിലുള്ളവരുടെ പൈസ മുഴുവൻ കണ്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൊടുക്കാതെ നീ കൈവച്ച വിടുതലില്ലെങ്കിൽ മർക്കോസ് 16 കീറികളാ. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അത് ഇന്ന് രാത്രി ഇവിടെയും നടക്കണവാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാൽ അവൻ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. നിന്റെ സഭയ്ക്കകത്തുണ്ടോ? നിന്റെ സഭയ്ക്കകത്ത് അപ്പോസ്തലിക ശുശ്രൂഷ ഉണ്ടോ? നിന്റെ സഭയ്ക്കകത്ത് പ്രവാചകൻ ഉണ്ടോ? നിന്റെ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുണ്ടോ? അതിനൊരു മാറ്റം വരാൻ, ഒരു മാറ്റമുള്ള, ഒരു അഭിഷേകമുള്ള, ഒരു കൃപയുള്ള സഭയായി മാറാൻ. എന്നോട് ചിലർ ചോദിച്ചത്, എന്താ കയപ്രാം ഭാഷ ഇങ്ങനെ? ഇത് തലം വേറെയാ. ഇത് മണ്ഡലം വേറെയാ. ലോകത്തിൽ ഒരാളുമായിട്ട് നിങ്ങൾ എന്നെ താരതമ്യപ്പെടുത്തണ്ട. ഐ ആം നോട്ട് ദാറ്റ് മാൻ. ഞാൻ ആ ആളിനെ പോലല്ല. ഞാൻ തമ്പുരാനുമായിട്ടുള്ള കണക്ഷനില്ല, ഞാൻ ദൈവമായിട്ടുള്ള കണക്ഷനില്ല. കർത്താവ് വന്നില്ലെങ്കിൽ ഞാൻ എത്ര വർഷം ജീവിച്ചോ അത്രയും വർഷം കൂടി ഇനി ജീവിക്കും. ഇതുവരെ ഞാൻ ചെയ്തതിന്റെ 1000 ഇരട്ടി ശുശ്രൂഷ ഇനി ഞാൻ ചെയ്യും. അവൻ എന്റെ ആയുസ്സിന്റെ മേൽ അധികാരം തമ്പുരാനാ. പിന്നെ എന്റെ നാവിനാ. ഇന്ന് രാത്രി ചാകണം എന്ന് പറയുന്നവര് ദൈവത്തിന് വേണ്ട. നഷ്ടത്തിന്റെ കണക്കും ഇതുവരെ തോൽവിയുടെ കണക്കും ഇതുവരെ പരാജയമാണെന്നും പറയുന്ന ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ വീട് പണിയാൻ കൊടുക്കുവോ? പറ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരു പണിയും ദൈവം കൊടുക്കാതെ. കാരണം ഇവർ വാ തുറന്നാൽ നഷ്ടമേ പറയും. ഇവർ വാ തുറന്നാൽ പരാജയമേ പറയത്തുള്ളൂ. തമ്പുരാൻ മതി, ഇവനെ ഞാൻ ഏൽപ്പിക്കത്തില്ല. ഇവൻ കൊടുത്തത് മുഴുവൻ നഷ്ടമാക്കി, ഇനി ഒന്നും കൊടുക്കത്തുമില്ല. എന്നാൽ ഇന്ന് രാത്രി പറ, ഞാൻ ജയിക്കുമെന്ന് പറ, ഞാൻ ശത്രുവിനെ തോൽപ്പിക്കുമെന്ന് പറ, ഞാൻ തമ്പുരാന് വേണ്ടി ചില ചെയ്യുമെന്ന് പറ. നിന്റെ വാക്ക് കേട്ടിട്ട് വേണം തമ്പുരാന് ചിലത് ഏൽപ്പിക്കാൻ. നിന്റെ വാക്ക് കേട്ടിട്ട് വേണം തമ്പുരാന് ചിലത് ഏൽപ്പിക്കാൻ.
അവൻ അവൻ ദാവീദിന് അപ്പന് വേണ്ട, ദാവീദിന് അമ്മയ്ക്ക് വേണ്ട, ദാവീദിന് സഹോദരന്മാർക്ക് വേണ്ട. പക്ഷെ ഗോലിയാത്തിന്റെ തലയും കൊണ്ട് ദാവീദ് വരുന്ന കണ്ടപ്പം, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഗോലിയാത്തിന്റെ തലയും വെട്ടിയെടുത്തോണ്ട് ദാവീദ് വരുന്ന കണ്ടപ്പോൾ രാജ്യം ഭരിക്കുന്നവൻ ചോദിച്ചു, ഇവൻ ആരുടെ മോനാ? നിന്റെ അഡ്രസ് ഭരിക്കുന്നവർ അന്വേഷിക്കും. രാജ്യം ഭരിക്കുന്നവർ, ഇന്ദ്രപ്രസ്ഥ രാജാക്കന്മാരും ഗവൺമെന്റുകളോ ഇത് ആരാ, ഇത് എവിടുത്തെ പാസ്റ്ററാ എന്ന് അന്വേഷിക്കണമെങ്കിൽ ഗോലിയാത്തിന്റെ തല നിന്റെ കയ്യിൽ വേണം. ഒന്നെന്റെ കൂടെ നിൽക്കാൻ ഒരു 10 പേരിനകത്തുണ്ടാകും. ഒരു 10 പേർ എഴുന്നേറ്റ് വാ. ഈ കാലഘട്ടത്തിൽ തമ്പുരാന് നിന്നെ വേണം. അങ്ങനെയുള്ള ചിലതിനെ വേണം ഇന്ന് രാത്രി. ഇതിനകത്തുണ്ടോ അങ്ങനെ ചിലത്? തീക്കൊള്ളികൾ ഉണ്ടോ ഇതിനകത്ത്? അങ്ങനെ ചിലത് ഇതിനകത്തുണ്ടോ? Wow, 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 wow. Come on. Power, chi, masanda, nakka, mauda. Alka, java, dara, ganda, nejaga. Ada, bala, mauda, bappa, bala. ഈ കാലഘട്ടത്തിൽ മക്കളെ നിങ്ങൾ കാല് എവിടെ തീ കത്തണം. നീ തൊടുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവൻ നീ നടന്നു പോയാ മതി. അഭിഷേകം വ്യാപരിക്കണം. എന്തിനാ അന്യഭാഷ പറയുന്നത്? കൈയടിക്കാൻ മാത്രം വിളിച്ചതല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദേശത്തെ അന്ധകാരങ്ങൾ കീഴടങ്ങണം. Come on, come on, come on. Dase come out sanaba. Luaraba se come out sanaba. റിസൾട്ട് വെളിപ്പെടട്ടെ, റിസൾട്ട് പുറത്തു വരട്ടെ. പരീക്ഷ എഴുതിയാൽ ജയിക്കണം. ആഹാരം കഴിച്ചാൽ വയറ് നിറയണം. സൂര്യൻ ഉദിച്ചാൽ പ്രകാശം വേണം. അങ്ങനാണെങ്കിൽ നീ ആരാധിച്ചാലും ഒരു വിടുതൽ വേണം. നീ പ്രാർത്ഥിച്ച വിടുതൽ വേണം. ചുമ്മാ കൈയടിക്കാൻ വന്നതല്ല, പ്രാർത്ഥിച്ച വിടുതൽ വേണം. Yes. Come out. Oh. ഇത് തലം വേറെയാ, ഇത് റലം വേറെയാ. അമ്മാൻ പോകാൻ നമുക്ക്. എന്റെ കൂടെ നിൽക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. എല്ലാവരും ബൈബിൾ എടുക്കണ്ട. ഒരാളെ വാക്യം എളുപ്പത്തിന് ആൾ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള ബൈബിൾ എവിടെയെങ്കിലും മാറ്റി വെച്ചോ. എഴുന്നേക്കും ബൈബിൾ താഴെ വീഴാതെ നോക്കിക്കോണം. കാരണം എപ്പോഴും എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റില്ല. അവേ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കോയമ്പത്തൂർ പോയി. 10,500 പേര് ആരാധിക്കുക. അവൻ പ്രസംഗം കൊണ്ട് ആരംഭിച്ചു. വിഷയം ഹോളി സ്പിരിറ്റാ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ കസാര ഒരെണ്ണം പോലും ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചു, ஏங்க நீங்க எல்லாரும் சிறக்கால எழுந்திருச்சுங்க, எல்லாரும் ஏன் நடனம் ஆடுறீங்க, உட்கார கூடாதா, இப்படி ஏன் ஆராதிக்கிறீங்க? മനസ്സിലായല്ലോ? ഇല്ല, എനിക്ക് മലയാളത്തെക്കാൾ ഇഷ്ടം തമിഴാണ്, മലയാളികളെക്കാൾ ഇഷ്ടം തമിഴ്ക്കാരെയാണ്. എന്നാ വിചാരിച്ചാലും ശരി, എൻ്റെ ഭാര്യ മലയാളിയാണ്, മകൻ മലയാളിയാണ്, ഞാൻ മലയാളിയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ചെന്നാ ഉണ്ടല്ലോ, ദേ ഈ മോൻ എഴുന്നേറ്റ് നിന്ന് യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മതി, വിടുതല. എന്നാന്നറിയോ? കുശുമ്പും കുഞ്ഞായ്മയും കൂട്ടിപ്പിടിപ്പിരിവില്ല. അതാ സ്വോത്രം പറഞ്ഞോണ്ടിരിക്കേ. സ്വോത്രം എവിടെങ്കിലുമൊക്കെ വിടുതലുണ്ടാകട്ടെ, എവിടെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. ഓ ഡബാണ സീ കമാൻ. നീ കുഞ്ഞെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മതി. എന്നാന്നറിയോ? നിഷ്കളങ്കരവര്. അമേൻ. ഞാൻ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ പോകും. ഞാൻ ചോദിച്ചു, എനിക്കെല്ലാം എന്തിരിച്ചിട്ട് നടൻ മാറിക്കാൻ ഉட்கார കൂടാതാ? ഉടനെ അവരെന്നോട് പറയാം. ഞാൻ ചോദിച്ചത്, നിങ്ങളെല്ലാവരും എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഇരിക്കരുതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പാസ്റ്റർ നാക്കാലിക്ക് തീ പിടിച്ചാച്ചി പിടിയിട്ടില്ല, കസേരയ്ക്ക് തീ പിടിച്ചെന്ന്. ഇവിടെ ആൾക്കാർക്കൊന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഫ്രീസലോ അവര് പറയാം, കസേരയ്ക്ക് തീ പിടിച്ചു, പിന്നെ അതേല എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഫ്രീസലോ ആമേ. ദൈവത്തിന്റെ ആത്മാവ് ആമേ തൊടുന്ന രാത്രിയായിരുന്ന രാത്രി. ആമേ. അതുകൊണ്ട് എപ്പ ചാടി എഴുന്നേക്കും, എപ്പ ആരാധിക്കും, ആമേ, എപ്പ ഒന്നും നിശ്ചയമില്ല. അതുകൊണ്ട് റെഡിയായിരിക്കുക. സ്വതന്ത്രം. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഇത് വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ചാണ് ഞാൻ പോകുന്നത്. ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ അടുത്താരായിരിക്കുന്നതെന്ന് ഓർത്തോണം. മലയാളിയാ, അത് മറക്കണ്ട. പാസ്റ്ററാണ് ശരി, എന്നാണ് ശരി, അടുത്തിരിക്കുന്ന മലയാളിയാ. ഹിന്ദിക്കാരനാണെങ്കിൽ സാരമില്ലായിരുന്നു, എന്നാൽ പുള്ളിക്കൊന്നും മനസ്സിലാകത്തില്ല. മലയാളി ആയതുകൊണ്ട് ഓർത്തോണം. മലയാളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സ്വന്തം കാര്യത്തെക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്നവർ കാര്യം നോക്കുന്നവരാ മലയാളി. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓൺലൈനിൽ പോട്ടെ, ഒരു വിടുതൽ എവിടെയൊക്കെ നടക്കട്ടെ. ഈ മലയാളി നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ മലയാളി ആയതുകൊണ്ട് എല്ലാവരും ഒന്നും അല്ല പറയാ. അവർ നിങ്ങളെ നോക്കണം, നിങ്ങൾ കൈ അടിക്കുന്നുണ്ടോ? ഈ പാസ്റ്റർ ഇത്രയും നല്ല ദൂത് പറഞ്ഞിട്ട് ഈ സഹോദരനോ സഹോദരിയോ വാ തുറന്നോ എന്നൊക്കെ അവർ നോക്കും. നോക്കിയിട്ട് അവർ പറയത്തൊന്നുമില്ല, പക്ഷെ മനസ്സിൽ പറയും, ഈ പിശാച് ഏത് സഭയെന്ന് വന്നതാ. ഒരു മുതുപിശാചൻ വീട്ടിൽ ചെന്ന് പറയും. വീട്ടിൽ ചെന്ന് ഭർത്താവിനോടും അമ്മയോടും പറയൂ, ഉയ്യോ എൻ്റെ ദൈവം എന്നാ നല്ല കൺവെൻഷൻ ആയിരുന്നു, സൈമൺ ചാൻ എന്നാ മീറ്റിംഗ് വെച്ചാൽ എന്നാ അറേഞ്ച്മെന്റ് ആയിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ, ഒരു മുതുപിശാചന്റെ അടുത്ത് വന്നിരുന്നു. വായു തുറക്കത്തില്ല, കൈവടിക്കത്തില്ല. ഏത് സഭയെന്ന് വന്നതാണോ?
എന്നിട്ട് പറയുന്ന അടുത്തൊരു സെൻറ്റൻസ് ഉണ്ട്, എനിക്ക് ആമേൻ ശ്രമിച്ചാനോ എന്നെ ഓർത്തല്ല വിഷമം, അവരേത് സഭയിലാ പോകുന്നത് ആ പാസ്റ്ററെ ഓർത്താ വിഷമം, എനിക്കിന്ന് ഒരു രാത്രി സഹിച്ചാൽ മതിയല്ലോ, അങ്ങേരെത്ര കൊല്ലം ഇനി സഹിക്കണമേ പിശാചിനെ എന്ന് നമ്മളെ കുറിച്ച് അടുത്തിരിക്കുന്നവർ ചിന്തിക്കാതിരിക്കാനെങ്കിലും ഒന്ന് കുലുങ്ങുകയും ഒന്ന് ആരാധിക്കുകയൊക്കെ ചെയ്തോണം. മലയാളിയാണ്, ഒന്നും പറയാൻ പറ്റുകയല്ല, എങ്ങനെ ചിന്തിക്കുമെന്ന്. ഇനി വായിക്കാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2 മുതൽ 6 വരെ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. മതി, അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി എന്റെ പ്രസംഗം, പിന്നെ അവൻ എവിടെ ഉണ്ട്? അവൻ ഇവിടെ ഇല്ല എന്ന് ആര് പറഞ്ഞു? ദൂതൻ പറഞ്ഞു. എവിടെയില്ലെന്ന് പറഞ്ഞു? ചെന്നിത്തല്ലോ, കല്ലറയിലില്ല. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിനകത്തിരിക്കുന്നവർ മുഴുവൻ അല്ലേലിയ സ്തോത്രം പറഞ്ഞ അറബിക്കടൽ ഇളകി വരുന്ന ശബ്ദമുണ്ട്. അത്രയും ആൾക്കാരുണ്ട്. ഒരു അല്ലേലിയ നല്ല പോലെ പറ. എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഈ വചനത്തിനായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ ഉയർപ്പ്, യേശു എവിടെ, യേശു ആര്, യേശു എപ്പോൾ, യേശു എങ്ങനെ, ഈ വക വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് രാത്രി ഒരു ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട് ആ തേജസ്സിൽ നിന്നും കൊണ്ട് ആരാധിക്കുക. ആ ദൈവ തേജസ്സിന്റെ മഹിമയിൽ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഏത് പിശാചും, ഏത് ദുർമന്ത്രവാദികളും, ഏത് ഭരണാധികാരികളും, ഏത് ഹന്നാസും, ഏത് കയ്യഫാവും, ഏത് കൈസറും, ഏത് പീലാത്തോസും, ഏത് വമ്പന്മാർ വിചാരിച്ചാലും നിന്നെ ഒതുക്കാൻ കഴിയുന്നത് വെറും 72 മണിക്കൂറാ. പിശാചേ, 3 രാവും 3 പകലുമല്ലാതെ എന്റെ പ്രാണനാഥനെ നിന്റെ കസ്റ്റഡി വെക്കാൻ പറ്റത്തില്ല. 3 രാവും 3 പകലുമല്ലാതെ എഴുതിയിട്ടോ നിന്റെ പ്രതികൂലത്തിന്റെ കാലാവധി 72 മണിക്കൂർ. ഇപ്പോൾ മുതൽ 72 hours നീ ബന്ധനം വഴി പുറത്തു വരും. നിന്റെ കഥകൾ തുറന്ന് പുറത്തു വരും. ചില വാതിലുകൾ ദൈവം തുറക്കും, ചില അന്മകളുടെ വാതിൽ തുറക്കും. 72 hours നിന്റെ അഡ്മിഷൻ കോളേജിൽ നിന്ന് വരുന്നു, നിനക്ക് മെസ്സേജ് വരുന്നു, നിനക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നു, നിനക്ക് ദൈവം നന്മ അയക്കുന്നു. നിന്റെ നന്മയെ തടഞ്ഞ അന്ധകാര ശക്തിയെ നിനക്ക് കാലാവധി only 72 hours. ചിലതൊക്കെ നടക്കുന്നുണ്ട്. ഈ ആരാധന മധ്യ ചിലതൊക്കെ നടക്കുന്നുണ്ട്. എവിടെയൊക്കെ ചിലത് അഴിഞ്ഞു മാറുന്നുണ്ട്. നിനക്ക് മെസ്സേജ് വരും, ഈ യോഗം കഴിഞ്ഞ് വരും, നിനക്ക് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ മെസ്സേജ് വരും. ഇത് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതാ, ഇത് ദൈവാത്മാവ് പറയുന്ന ദൂതാ. ആമേൻ, ആമേൻ. ഞാൻ പ്രസംഗിക്കുന്നത് ഉണ്ടെങ്കിൽ തരുന്നവനെയല്ല. അവൻ മക്കൾക്കൊത്തിരി സ്നേഹമല്ലേ? അല്ലേ? സ്തോത്രമല്ലേ ചോദിച്ചേ? മക്കൾക്കൊത്തിരി സ്നേഹമല്ലേ അമ്മയോട്? ഭർത്താവിനോ സ്നേഹമല്ലേ? 100 രൂപ ചോദിച്ചാൽ തരുകയല്ലേ? 1000 ചോദിച്ചാലോ? പക്ഷെ ഉണ്ടെങ്കിലേ തരൂ. അത് അച്ഛനാണേലും ഉണ്ടെങ്കിലേ ഞാൻ വേറെ ആളെ പരിചയപ്പെടുത്താം, ഉണ്ടാക്കി തരും. കുറിച്ചു വെച്ച ആളുടെ പേര് കർത്താവായ യേശു ക്രിസ്തു. അവൻ ഉണ്ടെങ്കിൽ തരുന്നവനല്ല. ഇല്ലാത്ത ശൂന്യതയിൽ, ഇല്ലാത്ത ശൂന്യതയിൽ ഉണ്ടെങ്കിൽ തരുന്നവനെ അല്ല, ഉണ്ടാക്കി തരും. നിനക്ക് എന്ത് വേണം? ആരാധന നടത്താൻ സ്ഥലം വേണോ? ഉണ്ടാക്കി തരും. നിനക്ക് സഭ നിറച്ച് വിശ്വാസം വേണോ? ഉണ്ടാക്കി തരും ദൈവം.
പ്രവചനാത്മാവിൽ ദൈവം സംസാരിക്കുന്നു. പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി സംസാരിക്കുന്നു. ഇല്ല എന്ന് നീ പറയുന്നിടത്ത് ഉണ്ടാക്കുന്നവൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പറഞ്ഞാൽ അതിന്റെ പേര് അത്ഭുതമെന്നല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ പറഞ്ഞാൽ അതങ്ങനെ അത്ഭുതമാകുന്നത്. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്തത് നടക്കുമ്പോഴാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ അത്ഭുതത്തിന്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ ചുമ്മാ എളുപ്പം പറഞ്ഞു പോകാം. എന്റെ വിഷയത്തിലേക്ക് വരാം. ആമേൻ. നാളെ യോഗം ഉണ്ടോ? അല്ല, നാളെ കൺവെൻഷൻ ഉണ്ടോ? രാത്രി ഇവിടെ പക്ഷെ നോട്ടീസിലില്ല. 2 ദിവസം ഒന്നാ ആണോ? ചൊവ്വാഴ്ച പ്രാർത്ഥനയാ. നോട്ടീസൊന്നും അടിച്ചുള്ള മീറ്റിംഗ് ഇല്ലല്ലോ. 11:45 വരെ പോകാമല്ലോ. അതിനാ ഇന്നൊറ്റ ദിവസമല്ലേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞോണ്ടിരുന്നാട്ടെ. നടത്തുന്നവരുടെ മുഖം വരെ തേനീച്ച കുത്തിയ പോലെ വീർപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണ് അത്. പക്ഷെ അത് ആ മുഖത്തേക്ക് നോക്കിയ ദൂതനെ പോലല്ലേ ഇരിക്കുന്നത്. അതാ സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞാൽ. സ്തോത്രം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിഷമിക്കണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചു 11:45 വരെ പോകത്തില്ല. എപ്പോൾ വരെ പോകും? ഈ പ്രസംഗം തീരുന്നവരെ പോകും. എപ്പോ തീരുമെന്ന് ദൈവം തമ്പുരാനല്ലാതെ എനിക്ക് പോലും അറിയില്ല. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ എഴുതി വെച്ചു. ഇന്ന് ഈ മെസ്സേജ് തീരുമ്പോൾ ഇത് നിർത്തരുത് എന്ന് നിങ്ങൾ പറയും. നമ്മൾ അവിടേക്കാ പോകുന്നേ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഓ ആമേൻ. ആമേൻ. ഇല്ലെന്ന് പറയുന്നിടത്ത്, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നിടത്ത്, ചെറുപ്പത്തിൽ മണ്ണിനകത്ത് കളിക്കാൻ പോയപ്പോ അമ്മ എന്താ പറഞ്ഞേ? മക്കളെ, മണ്ണിനകത്ത് കളിക്കുന്ന കൊള്ളാം, കണ്ണിനകത്ത് മണ്ണ് വീടരുത്. നീ എന്തിനാ സ്പെക്സ് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാൻ പറയുന്ന അമ്മ? ഒരു മിനുസമുള്ള തുണി ഓപ്റ്റിക്കൽസുകാർ തന്നിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് നീ തുടയ്ക്കത്തില്ലേ? എന്തിനാ? ഗ്ലാസ്സിൽ സ്പെക്സിൽ എന്തുണ്ട്? പൊടിയുണ്ട്. അത് കണ്ണിനകത്ത് വീടരുന്ന് ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ സയൻസും പറഞ്ഞു കണ്ണിനകത്ത് മണ്ണ് വീടരുതെന്ന്, അമ്മയും പറഞ്ഞു കണ്ണിനകത്ത് മണ്ണ് വീടരുതെന്ന്. കർത്താവ് മാത്രം പറഞ്ഞു നിന്റെ കണ്ണിനകത്ത് വീണ നിന്റെ കണ്ണ് കേടുവരും എന്ന് പറഞ്ഞ മണ്ണ് കൊണ്ട് ഞാൻ കണ്ണുണ്ടാക്കും. നിന്റെ കണ്ണിനകത്ത് വീണാൽ കണ്ണിന് കേടുവരുമെന്ന് പറഞ്ഞ മണ്ണ്, സയൻസ് പറഞ്ഞ മണ്ണ്, അമ്മ പറഞ്ഞ മണ്ണ് ഞാൻ നിലത്ത് തുപ്പി കുഴച്ച് അതുകൊണ്ട് ഞാൻ കണ്ണുണ്ടാക്കുമോ? ഇതിന്റെ പേരാണ് മിറക്കിൾ. കേടാണ്, കൊള്ളത്തില്ല, ഉണ്ടാകത്തില്ല എന്ന് പറയുന്നിടത്ത് ശൂന്യതയിൽ നിന്ന്, എംപ്റ്റിനെസ്സിൽ നിന്ന് ചിലതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് ആമേൻ പറയാമോ? നല്ല പോലെ ഒന്ന് ആമേൻ പറയാമോ? എന്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, എന്തൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ വീട്ടിനകത്തെന്തോ ഉണ്ടായി വരുന്നുണ്ട്, ഇല്ലാത്ത ചിലത് ഉരുവായി വരുന്നുണ്ട്. Yes. Let's come out Shandanasian. ഞാൻ മുമ്പോട്ട് പോവുക. ആമേൻ. യേശു ക്രിസ്തു പിടിക്കപ്പെട്ടു, കല്ലറയ്ക്കകത്ത് അടച്ചിരിക്കുക. നാട് മുഴുവൻ സംസാരമുണ്ട്. 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. യേശുവിന്റെ കൂടെയുള്ളവനെ കണ്ടാ പിടിക്കണം. അതുകൊണ്ട് 12 പേര് ഒളിവിലാണ്. ഒരുത്ത് തൂങ്ങിച്ചെത്ത്, ബാക്കി 11 എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആമേൻ. ഒരു രക്ഷയുമില്ല. ആമേൻ. പക്ഷേ ഒരു അടച്ചിട്ട മുറിക്കകത്ത് ഡും ഡും എന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അടച്ചിട്ട മുറിക്കകത്ത് നമുക്ക് ആ കഥകളിലോട്ട് കൊട്ടാം. വാതിൽ തുറന്നു. 2-3 സ്ത്രീകളാ. ചോദിച്ചു, സഹോദരിമാരെ, ഈ നേരം വെളുക്കാറായപ്പോ നിങ്ങൾ എന്തോ കാണിക്കുക? അവരുടെ മറുപടി, സുഗന്ധം ഇടിക്കുക, പരിമളം ഇടിച്ചോണ്ടിരിക്കുക. എന്തിനാ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കല്ലറയ്ക്ക് പോകാനാ. കിടന്നുറങ്ങുവണ്ണുമ്പിള്ളേ എന്ന് പറഞ്ഞാൽ അവള് പറയും, അവളുടെ പേര് മഗ്ദലന മറിയാന്നാ. അവള് പറയും, എന്റെ ദേഹത്ത് 7 ഭൂതമുണ്ടായിരുന്നു, ഞാൻ ഉറക്കമില്ലാത്തവളായിരുന്നു. നസ്രായനെ കണ്ടതുകൊണ്ടാ എനിക്ക് ഉറക്കമുണ്ടായത്. എനിക്ക് ഉറക്കം തന്നവന് വേണ്ടി, എന്റെ കൂടെ ഒന്ന് പറ, എനിക്ക് ഉറക്കം തന്നവന് വേണ്ടി ഒരു രാത്രി ഉറങ്ങാതിരിക്കാനോ, എനിക്ക് ഉറക്കം തന്നവന് വേണ്ടി ഒരു രാത്രി ഉറങ്ങാതിരിക്കാനോ.
എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടുന്നവരുണ്ട്? എത്ര പേർക്ക് നിനക്ക് ഉറക്കം തന്ന ദൈവത്തെ നീ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിന്റെ കണ്ണുനീര് കൊണ്ട് തലകണ നനച്ച് നീ ഉറങ്ങിയ രാത്രികൾ എത്ര? എന്നാൽ നിനക്ക് ഉറക്കം തന്ന ദൈവത്തെ, നിന്നെ ഉറങ്ങാൻ അനുവദിച്ച തമ്പുരാനെ, മുഴുരാത്രി പ്രാർത്ഥനയുള്ള എത്ര സഭയുണ്ട്? ആമേൻ. എനിക്ക് തിരുവനന്തപുരത്ത് ഒരു കൊച്ചാരാധന തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച ഫുൾ നൈറ്റ് പ്രയറാ. ഹല്ലേലൂയ. മുഴുരാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഭയങ്കര സന്തോഷം. ഞാൻ അവിടേക്ക് വരാം, മുഴുരാത്രി പ്രാർത്ഥനയിലേക്ക് വരാം. സ്വതന്ത്രം. ഹല്ലേലൂയ. ഇതാ വെളുപ്പം കാലത്ത് സ്ത്രീകള് കല്ലറയ്ക്കലേക്ക് ഓടി വരിക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവരെ സുഗന്ധം ഇടിക്കാനും ഇങ്ങനെ വരാനും ഒക്കെ കാരണം യേശു ഉയർക്കുമെന്ന് പറഞ്ഞത് അവർ ഓർത്തില്ലതാ. അതവിടെ നിൽക്കട്ടെ, അവരോട് നമുക്ക് ക്ഷമിക്കാം. എന്നാലും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ശനിയാഴ്ച പ്രാർത്ഥനയ്ക്കും ചൊവ്വാഴ്ച വെച്ചാലും ഓടി വരുന്ന നല്ല സഹോദരിമാർക്കായി സ്തോത്രം. സഹോദരന്മാര് വരില്ലല്ലോ. തിരുവനന്തപുരത്ത് കംപ്ലൈന്റ് തൊഴിലുറപ്പ് തുടങ്ങിയതിനു ശേഷം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഹോദരിമാരില്ല എന്നുള്ളതാണ് പ്രശ്നം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാം ഒന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. എന്തായാലും കൊള്ളാം. പുരുഷന്മാരായ ഒരുപാട് പേർ യേശുവിന്റെ കൂടെ 3.5 കൊല്ലം നടന്നിട്ട് ആരും കല്ലറയ്ക്കലേക്ക് ഓടി വന്നില്ല. സഹോദരിമാരാ വന്നേ. ഞാൻ അവിടേക്ക് വരാ. ഇവർ വരുമ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന സുഗന്ധം ആരുടെ മേൽ പൂശാന? ഉത്തരം യേശുവിന്റെ മേൽ. യേശു കല്ലറയ്ക്കകത്തല്ലേ? അതെ. വാതുക്ക കല്ലില്ലേ? ഉണ്ട്. പിന്നെ എങ്ങനെ പൂശും? ഒരൊറ്റ ദൂത് പറഞ്ഞാൽ പോകാ. നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് സംശയത്തിന്റെ കല്ല് മാറി വിശ്വാസത്തിന്റെ പരിമളം കയറിയാൽ, ഓ കൃപയുള്ളവർ എന്റെ കൂടെ വാ. ആമേ. സംശയങ്ങളുടെ കല്ല് നിന്റെ അകത്തുനിന്ന് മാറി വിശ്വാസത്തിന്റെ പരിമളം അകത്ത് കയറിയാൽ നീ സുഗന്ധവും കൊണ്ട് ഓടി വരും. കാരണം നീ വരുമ്പോൾ അത് പൂശാനുള്ളവന്റെ കല്ലറ അത് തുറന്നു കിടക്കുമെന്നുള്ളത് ഒരു വിശ്വാസമാണ്. അതൊരു വിശ്വാസമാണ്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? സ്ത്രീകൾ കല്ലറയ്ക്കൽ വന്നപ്പോൾ, ആമേൻ. സ്വതന്ത്രം. ദൂതൻ പറഞ്ഞ വാക്കൊക്കെ പറയാൻ സമയം പോലെ എല്ലാം കൂടെ നിൽക്കുകയല്ല. ദൂതന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നെന്ന് ഞങ്ങൾക്ക് അറിയാം. എനിക്ക് കസേരയിലൊക്കെ ചില ആൾക്കാർ ഇരിക്കുന്ന കണ്ടാലേ അറിയാം ഈ പുള്ളി എന്തിനാ വന്നതെന്ന്. നമുക്ക് കണ്ടാ അറിയാം. ആമേൻ. സ്തോത്രം. ദൂതൻ അതാ പറഞ്ഞ നിങ്ങൾ വന്ന കാര്യം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ആമേൻ. ഹല്ലേലൂയ. ഞാനൊക്കെ ചെറുത് 2-3 ദിവസം പ്രസംഗിക്കാൻ പോകുമ്പം ഈ ആരാധിക്കാത്ത ഒരു ഫ്രണ്ടി വന്നിരുന്നാൽ ഞാൻ അവരോട് കാല് കഴുകാം, നാളെ ഇവിടെ ഇരിക്കരുതെന്ന് ഞാൻ പറയും. എന്നെ ഉപദ്രവിക്കരുത് ദയവായിട്ട്. നീ കൺവെർട്ടന്റെ ഏതേലും മൂല പോയിരിക്കെ ദയവായിട്ട് നാളെ മുമ്പിൽ വന്നിരുന്ന് എന്നെ കൊല്ലരുത്. ഈ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ആരാധിക്കുമ്പോണ്ടല്ലോ, നിങ്ങളുടെ മുഖത്തോട്ട് ഞാനിങ്ങനെ നോക്കുമോ, നല്ലൊരു തൂതിങ്ങോട്ട് പറ പാസ്റ്ററെ, ഞാനൊന്ന് ആരാധിക്കട്ടെ എന്ന്. ആ മുഖം ഇങ്ങോട്ട് സംസാരിക്കണം, മുഖം ഇങ്ങോട്ട് പറയണം. നല്ലൊരു തൂതിങ്ങോട്ട് പറ പാസ്റ്ററെ. ഞായറാഴ്ച സഭായോഗത്തിന് നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്ന് പറഞ്ഞ് 2 ഫ്രണ്ടിൽ ഇരുന്ന അന്നത്തെ സഭായോഗം തീർന്നു. ചിലതൊക്കെ ഒരു പാട്ട് തുടങ്ങിയാൽ മതി സഭായോഗം തീർക്കാൻ. ഇപ്പോൾ അന്നമ്മാമ പാടി സഭായോഗം ആരംഭിക്കും. പാസ്റ്റർ അന്നമ്മാമയുടെ പേര് പറയാൻ കാരണം അന്നമ്മാമയുടെ അപ്പനാണ് സഭയ്ക്ക് സ്ഥലം തന്നത്. അതുകൊണ്ടാണ് അന്നമ്മാമ പാടും. അന്നമ്മാമ തുടങ്ങാണ്, ദൈവാകൃപയിൽ ഞാൻ ആശ്രയിച്ച്. തീർന്നോ? അന്നത്തെ സഭായോഗം തീർന്നോ? മതിയല്ലോ. അന്നമ്മാമ പുറകിലിരിക്കട്ടെ. ഫ്രണ്ടിൽ നല്ല ഒന്നാന്തര ആന്റണി ഇരിപ്പുണ്ടല്ലോ, പുള്ളി പാടട്ടെ. എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ കൃപയിൽ നിറഞ്ഞ ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാ. കല്ലാരാ മാറ്റിയേ? കറക്റ്റ് വചനം അറിയാവുന്ന തിയോളജിയൻസ് നമ്മുടെ ഇടയിൽ ചിലരുണ്ടല്ലോ, തിയോളജിയൻസ്. അവര് പറയും, എഴുതിയിട്ടുണ്ടല്ലോ പാസ്റ്റർ അവിടെ. എന്തെഴുതിയിട്ടുണ്ട്? ദൂതൻ വന്ന് നമ്മൾ അത് വിശ്വസിച്ചാ മതി. അതിനപ്പുറത്തൊന്നും കയറിയ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്. ആമേൻ. ഞാൻ തിയോളജിക്ക് വില കൽപ്പിക്കുന്നു.
ഹെർമനോട്ടിക്സ് അമേൻ, എല്ലാ ഹെർമനോട്ടിക്സിനും അമേൻ, അതുപോലുള്ള പ്രസംഗത്തിൻ്റെ എല്ലാ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെല്ലാം ഞാൻ വില കൽപ്പിക്കുന്നു. പക്ഷെ അതിനേക്കാൾ 1000 മടങ്ങ് വില കൽപ്പിക്കുന്നു വെളിപ്പാടിന്, ദർശനത്തിന്, ദൈവത്തിൻ്റെ പ്രവചനത്തിന്. അതിന് 1000 മടങ്ങ് വിലയുണ്ട്. അവൻ ഇന്നൊരു പെന്തക്കോസ്ത് തലമുറ നിലനിൽക്കുന്നത് അവൻ അവരുടെ അകത്തൊരു അഭിഷേകത്തിൽ ഒരു വെളിപ്പാടുള്ളത് കൊണ്ടാ. ഇനി അടുത്തൊരു കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ല. ഇന്നത്തെ അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർക്കായി, അതിനുവേണ്ടി പുറപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ, ആമേൻ. ദൂതൻ കല്ലുരുട്ടി മാറ്റി എന്നുള്ളത് ഞാനും വിശ്വസിക്കുന്നു, നമ്മൾ മുഴുവൻ വിശ്വസിക്കുന്നു. കാരണം അത് വചനത്തിലുണ്ട്. എന്നാൽ തമ്പുരാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്ന 1-2 വെളിപ്പാടെന്ന് പറഞ്ഞോട്ടെ. വാക്യ എഫേസ്യ ലേഖനം 1:19. എഫേസ്യ ലേഖനം 1:19. നമുക്ക് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവന്റെ ശക്തിയുടെ ഏത് വലിപ്പമാ? അളവറ്റ വലിപ്പം. എന്റെ ചോദ്യം, ശക്തിയുടെ അളവത്ര, പരിശുദ്ധാത്മാവിന്റെ അളവത്ര, അവന്റെ ശക്തിയുടെ അളവത്ര. ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കും 12 kV. വേറെ ചിലർ ജനറേറ്റർ ഉണ്ട് 40 kV കിലോവാട്ട്സാ. ഒരു സോളാർ ഉണ്ടെങ്കിൽ അത് വെക്കുന്നവർ ചോദിക്കും എത്ര kV, 3 kV, 5 kV. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഈ ലൈറ്റ് ഇത് എത്ര വാട്ട്സാ? കറണ്ടിൽ പിടിപ്പിക്കുന്നവർ ചോദിക്കും, പറയും 500 വാട്ട്സാ ഹാലജൻ. അവൻ ഓരോന്നിനും അവൻ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജറിന് പോലും എഴുതിയിട്ടുണ്ട് അവൻ 9 അമേൻ അല്ലെങ്കിൽ 5 എന്നൊക്കെ അതിന്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവിന്റെ പവർ എത്ര? കമോൺ, എന്റെ കൂടെ വാ നിങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ പവർ എത്ര? അതിനെക്കുറിച്ച് വചനത്തിൽ പറയുന്ന അവന്റെ അളവറ്റ ശക്തി. ആർക്കും അളക്കാൻ കഴിയാത്ത ശക്തിയാണെങ്കിൽ അടുത്ത ദൂത് എന്റെ കൂടെ ഒന്ന് നൃത്തം ചെയ്യണമെങ്കിൽ ഒന്ന് അല്ലേലിയ പറയുന്നത് എഴുന്നേറ്റ് അല്ലേലിയ പറഞ്ഞോണം. എഴുതിക്കോ. അവൻ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്ക് അളവുണ്ട്. ജോസഫിന്റെ കല്ലറയ്ക്ക് അളവുണ്ട്. പക്ഷെ അതിനകത്ത് വെച്ചവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി അളവില്ലാത്തതായതുകൊണ്ട് അളന്നു കുറിച്ച കല്ലറയ്ക്കകത്ത് അളവില്ലാത്തവൻ ഇരിക്കാൻ പറ്റില്ല. കൃപയുള്ളവൻ എന്റെ കൂടെ വാ. ഇന്ന് രാത്രി ആരാധിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അളവില്ലാത്ത ശക്തി, അളന്നു കുറിച്ചതിനകത്ത്, അളന്നു വെച്ചതിനകത്ത് അളവില്ലാത്തതിനെ അടക്കാമെന്ന് വിചാരിക്കുന്ന ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ആമേൻ. കാറ്റടിച്ചാൽ, നിശ്ചിത അളവിനപ്പുറത്തേക്ക് കാറ്റടിച്ചാൽ വണ്ടി കൊണ്ട് നിർത്തുമ്പം അമേൻ നൈട്രജൻ ആണോ അമേൻ എയർ ആണോ എന്ന് ചോദിക്കും. ആദ്യം കാറ്റടിക്കാൻ കൊണ്ട് നിർത്തുമ്പോൾ ചോദിക്കുക നൈട്രജൻ ആണോ എയർ ആണോ? നമ്മുടെ മറുപടി നൈട്രജനാ. ചോദ്യം അടുത്തത് 32 ആണോ 36 ആണോ? അമേൻ. അളവ് പറയണം. 32 ആണോ 36 ആണോ എന്ന് പറയണം. അതിനപ്പുറത്തോട്ട് അടിച്ചാൽ ഒരു പൊട്ടൽ കേൾക്കും. 14,500 രൂപയുടെ ടയർ 3 പീസായിട്ട് കിടക്കും. കാരണം ടയറിന്റെ എയറിന് അളവുണ്ട്. എന്റെ കൂടെ വാ. ബലൂൺ നിങ്ങൾക്ക് ഊതാം. എത്ര വരെ ഊതും? ആ ബലൂൺ ഉണ്ടാക്കിയവൻ ആ ബലൂണിന് ഒരു വലിപ്പം വെച്ചിട്ടുണ്ട്. ആ വലിപ്പത്തിന്റെ അപ്പുറത്തേക്ക് ഒറ്റ ഊത്ത് പോലും നടക്കുകയല്ല. എന്റെ കൂടെ വാ നിങ്ങൾ. ഇന്ന് രാത്രി ഇതിന്റെ ആഴം അറിയുന്നവർ ദൈവത്തെ ആരാധിക്കുക. ഇതിന്റെ ആഴം തിരിച്ചറിയുന്നവർ ആരാധിക്കുക. ഈ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ 3 കഷ്ണം അന്യഭാഷ പറഞ്ഞ് അമേൻ ഹല്ലേലൂയ പപ്പടം പൊട്ടുന്ന പോലെ 3 കൈയടിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. ലോകത്തിൽ ആർക്കും ഒതുക്കാൻ കഴിയാത്ത, ഒന്നിനകത്ത് അടക്കാൻ കഴിയാത്ത, ആർക്കും ഒന്നിനകത്തും ആമേൻ വെക്കാൻ കഴിയാത്ത ഒരളവറ്റ വ്യാപാരം, ഒരളവറ്റ ശക്തി ഇന്ന് രാത്രി അകത്തളത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് അറിവുള്ളവരുടെ ഒരാരാധന ഈ പന്തലിനകത്ത് ഉയരട്ടെ. എന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി അത് പിശാചിന് അവൻ തകിടിന്റെ മേൽ കളം വരച്ച് അതിൽ മന്ത്രങ്ങൾ എഴുതുന്ന മന്ത്രവാദത്തിന്, ഒരു മന്ത്രവാദിക്ക് ലോകത്തിലെ അധികാര
അധികാരത്തിന്, ഭരണ സംവിധാനങ്ങൾക്ക്, ജയിലിനകത്ത് പിടിച്ചിട്ട് അപ്പോസ്തലന്മാർ എങ്ങനാ പുറത്തു വന്ന്, എങ്ങനാ ദൂതൻ ഇറങ്ങിയേ? അളവറ്റ ശക്തി ചുമക്കുന്നവനെ അളവുള്ള കാരാഗ്രഹത്തിനകത്ത് അടച്ചിടാൻ അധിക നേരം കഴിയില്ല. ആരാധിക്കുന്ന രാത്രി ചിലരുടെ മേൽ അളവറ്റ ശക്തി ഇന്ന് രാത്രി തന്നെ, ഇപ്പോൾ തന്നെ അത് ഇറങ്ങി നിൽക്കുകയാ. അളവറ്റ ശക്തി, അളവറ്റ വ്യാപാരം, അവന്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം. ദൈവാത്മാവേ, ഇന്ന് രാത്രി ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവാത്മാവേ, ഇതിനകത്തുനിന്ന് അളവില്ലാത്ത ശക്തി ചുമക്കുന്ന, അളന്നു കുറിക്കാൻ കഴിയാത്ത ആത്മമണ്ഡലം ചുമക്കുന്ന ഒരു തലമുറ, ഒരു പുതിയ ഒരു മണ്ഡലം എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, ഉണ്ടോ ഇതിനകത്ത്? അവന്റെ അളവറ്റ ശക്തി ചുമക്കുന്നവരുണ്ടോ ഇതിനകത്തുണ്ടോ? പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിനെ നേടേണ്ടതിനും ഞാൻ യേശുവിനെ കുറിച്ച് അറിയേണ്ടതിനും, നമ്പർ 3 അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിനും, 4 അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ അളവ് ഇന്നതെന്ന് അറിയേണ്ടതിനും. അടുത്ത വാക്യം, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചപ്പന്നും ചവറന്ന് വീഴുകയാ. എന്തുകൊണ്ട്? അവനെക്കുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ഇന്ന് രാത്രി ആ വാക്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് എത്ര അഭിഷക്തന്മാരുണ്ട്, എത്ര ദൈവദാസന്മാർ, എത്ര കൃപയുള്ള ദൈവദാസിമാർ ഇതിനകത്ത്, എത്ര ഹന്നായുണ്ട്, എത്ര എസ്തേറുണ്ട്, എത്ര ദബോരയുണ്ട്, എത്ര ഫേബയുണ്ട്, എത്ര പ്രിസ്കില്ലയുണ്ട്, അവൻ എത്ര ലീഡിയായുണ്ട്. ഇന്ന് രാത്രി അവന്റെ അളവറ്റ ശക്തി ചുമക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം ഇന്ന് രാത്രി ചെന്നിത്തലയിൽ അവന്റെ അളവറ്റ വ്യാപാരം ചുമക്കുന്ന, അവന്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരം ചുമക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ തലത്തിന് വ്യത്യാസമുണ്ട്. അഭിഷക്തനെ സീദോന്യ രാജാവായ യത്ബാലിന്റെ മകൾ 850 കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞി വെച്ച ഇസബേലും അവരുടെ വൃത്തികെട്ട കെട്ടിയവൻ ആകാബും കൂടി സഹസ്രം പയറ്റി തലയും കുത്തി അവന്റെ പോലീസും മിലിറ്ററിയും അവന്റെ മുഴുവൻ വിജിലൻസോട് നിന്നിട്ട് ഏലിയാവിന്റെ അടുത്ത് വരാൻ പറ്റിയില്ല. അഭിഷേകത്തിന്റെ തലം വേറെയാ. എന്റെ കൂടെ അഭിഷേകത്തിന്റെ തലം വേറെയാ. നൂറുകണക്കിന് ആൾക്കാർ കല്ലെറിയാൻ പലപ്പോഴും കയ്യിലെടുത്ത് യേശുവിന്റെ ചുറ്റും കൂടിയിട്ടു. ഒരൊറ്റ കല്ല് യേശുവിന്റെ ദേഹത്ത് മരിക്കുന്നവരെ കൊണ്ടില്ല. തലം വേറെയാ, തലം വേറെയാ. നിന്നെ ആക്രമിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചേക്കാം, നിന്നെ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചേക്കാം, സോഷ്യൽ മീഡിയ മുഴുവൻ നിനക്കെതിരായി നിന്നേക്കാം. പക്ഷെ നിന്നെ തൊടത്തില്ല. നിന്റെ തലം വേറെയാ, നിന്റെ അഭിഷേകത്തിന്റെ തലം വേറെയാ, നിന്റെ മണ്ഡലം വേറെയാ, നീ ആള് വേറെയാ. നീ ചുമക്കുന്ന അഭിഷേകത്തെ ഏത് മീഡിയക്കാരൻ അളക്കും? വേറെ മണ്ഡലത്തിലേക്ക് കയറ. നീ നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് വേറെ മണ്ഡലത്തിലേക്ക് കയറ. അതാ ബൈബിൾ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ വേറൊരു മണ്ഡലത്തിലേക്ക് കയറട്ടെ. അഭിഷേകത്തിന്റെ മണ്ഡലം എവിടം വരെ പോകും? അഭിഷേകത്തിന്റെ മണ്ഡലം എവിടം വരെ പോകും? ആമേൻ. ഉത്തരം എഗസ്കേൽ 3:12-14 വായിക്കണ്ട. അപ്പോൾ ആത്മാവെന്നെ എടുത്തുകൊണ്ടുപോയി. നിങ്ങൾ അഭിഷേകത്തെ കുറിച്ച്
ബൈബിളിൽ നിന്ന് ഞാൻ പറയുന്ന ദൂത് വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ കൃപയുള്ള എത്ര പേരുണ്ട്? വിശ്വസിക്കണേ, വിശ്വസിക്കുക. ഞാൻ ചോദിക്കുന്നു, ചെന്നിത്തലയിൽ നിൽക്കുന്ന സൈമൺ ചായനെ എന്റെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ പ്ലെയിനെ കയറാതെ സൗദി കൊണ്ടുപോകാൻ അഭിഷേകത്തിന് കഴിയുമോ? കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം കീറിക്കളഞ്ഞിട്ടേ കൊണ്ടു നടക്കാവൂ. ഗസയിൽ നിന്ന് ഒരഭിഷക്തനെ ആത്മാവ് എടുത്തുകൊണ്ടുപോകുന്നത്. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. അഭിഷേകത്തിന്റെ റലം, അഭിഷേകത്തിന്റെ മണ്ഡലം, അത് വ്യത്യസ്ത മേഖല. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ എല്ലാം ഒരുപോലെ സംഭവിക്കണമെന്നില്ല. അത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അതിന്റെ മണ്ഡലം നീ വിചാരിക്കുന്നതിന് അപ്പുറത്ത് കിടക്കുക, വിചാരിക്കുന്നതിന് അപ്പുറത്ത് കിടക്കുക. എന്റെ കൂടെ വരാവോ? എന്റെ കൂടെ വരാവോ? ആമേൻ, ആമേൻ. സ്വത്രം പറ. മനുഷ്യന്റെ മലവിസർജ്യം കൊണ്ട് അപ്പം ഉണ്ടാക്കണമെന്ന് യഗസ്കേലിനോട് യഹോവയായി ദൈവം പറഞ്ഞു. യഗസ്കേൽ അവനോട് ഒരു ക്ഷമാപണം നടത്തി. എന്നോട് ക്ഷമിക്കണം, എനിക്കത് അറപ്പാ. വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവിടെ തമ്പുരാൻ പറഞ്ഞു, നിന്റെ അപേക്ഷ ഞാൻ മാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് തരാം, ചാണകം ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഉണ്ടാക്കിയോ? ഒരു പ്രവാചകൻ നിങ്ങളുടെ സഭയെ വന്ന് ചാണകം കൊണ്ട് അപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പ്രവാചകന് സ്വത്രാഴ്ച കൊടുക്കുന്ന എത്ര പേരുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് സ്വത്രം പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ തലം വേറെയാ. ചോദ്യം, യഹോവയ്ക്ക് ചാണകവും അപ്പവും ഒക്കെ എന്തിന്? ഡയറക്റ്റ് കയറി അടിച്ചാ പോരെ? നിങ്ങളെ കണ്ടില്ല, അല്ല ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളായിരുന്നു. നിങ്ങൾ ആരെ തിയോളജി പഠിപ്പിക്കുന്നത്? ആമേൻ. വേദപുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മുറ്റത്തോട്ടിറങ്ങുന്ന നക്ഷത്രമാണ്. നമ്മളൊന്നുമില്ല, നമ്മൾ ആയുസ് മുഴുവൻ മാവേലിക്ക് കിടക്കുന്ന നക്ഷത്രം വേണ്ടി നടന്നാലും ദൈവം പറയുമ്പോൾ നമ്മൾ എള്ളുകയല്ല. ജീവിതകാലം മുഴുവൻ കുടുംബസഹിതം ചില നക്ഷത്രം വേണ്ടി നടക്കും. എന്തിനാ നക്ഷത്രമെണ്ണം പറഞ്ഞത്? അതുപോലെ നിനക്ക് സന്തതിയെ തരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒന്ന് ആരാധിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ദൂതിന്റെ അർത്ഥം പറയാം. കാർമേഘങ്ങളെ തകർത്തു പുറത്തു വരുന്ന ചിലതിനെ, ഓ മഴമണ്ഡലങ്ങളെ തകർത്തു പുറത്തു വരുന്ന ചിലതിനെ, 9,30,00,000 മൈൽ ദൂരെ നിന്നാലും വെളിപ്പെട്ടു വരുന്ന ചിലതിനെ നിന്റെ തലമുറയിൽ നിന്ന് നക്ഷത്രങ്ങളായി ഞാൻ എഴുന്നേൽപ്പിക്കാൻ. ഓ, മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരാധിക്കുക. നിന്റെ തലമുറ നക്ഷത്രമായി വരാൻ പോകുക. നിന്റെ തലമുറ നക്ഷത്രമായി, വെറും നക്ഷത്രമല്ല. ഓ ഓ കോടിക്കണക്കിന് മൈൽ ദൂരെ നിന്നാലും എവിടെ നിന്നാലും കത്തുന്ന നക്ഷത്രങ്ങൾ. ഓ, കമോൺ 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 കമോൺ. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ തലമുറ നീ കത്താത്തടത്ത് അവൻ കത്തും. ഓ, അമ്മ കത്താത്തടത്ത് മക്കള് കത്തും. ഓ, വാ വാ വാ. മാതാപിതാക്കള് കത്താത്തടത്ത് നിന്റെ തലമുറ കത്തും. കാരണം നക്ഷത്രമാ. അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ സന്തതിയെ സൈമൺ ചായ കത്താത്തടത്ത് മക്കള് കത്തും നക്ഷത്രങ്ങളായി. അതാണ് ദൂത് പറഞ്ഞത്. അബ്രഹാമേ, സ്വത്രം ഇവൻ നക്ഷത്രമാണ്. ഇതെന്റെ മോനായിരിക്കുന്നേ. എന്റെ കുഞ്ഞിനെ ഫ്രണ്ടിലിരുത്തിയാ പറയുന്നേ, അവന്റെ നക്ഷത്രമാ. ഞാൻ കത്താത്തടത്ത് അവൻ കത്തും. നിന്റെ പിതാവിന് ചെയ്യാൻ പറ്റാത്ത നീ ചെയ്യും. തമ്പുരാൻ പറഞ്ഞ നിന്റെ സന്തതിയെ ഞാൻ നക്ഷത്രമാക്കും. അത് വേറെ സബ്ജക്റ്റാ, ഒന്ന് തൊട്ടുപോയതാ. ചില അമ്മമാരിനകത്ത് ഇരിപ്പുണ്ട്, മക്കൾക്ക് വേണ്ടി ചാകാൻ നിൽക്കുന്നവര്. അടുത്ത ദൂത് കേട്ടോ, നിന്റെ തലമുറ കടൽക്കരയിലെ മണൽത്തരി പോലെ. അർത്ഥമെന്താ? ഈ ലോകത്തിലെ മുഴുവൻ തിരമാലയും വിചാരിച്ചിട്ട് ഈ മണലിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലെന്ന് ആദ്യം അറിയണം.
ഇവിടുത്തെ മുഴുവൻ തിരമാലകളും വിചാരിച്ചിട്ട് ലോകത്തിലെ മുഴുവൻ തിരമാലയും ഒരുമിച്ച് വിചാരിച്ചാലും നിന്റെ സന്തതി ഉണ്ടല്ലോ മണൽത്തരി, അതിനൊരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടാൽ ഭംഗിയില്ലായിരിക്കും, ഒരു പക്ഷെ കേട്ടാൽ വലിയ രസം തോന്നുകയില്ല. മണലല്ലേ, മണ്ണല്ലേ, പക്ഷെ തിരമാലകളെ പേടിക്കാത്തൊരു തലമുറ, കടലിനെ ഭയപ്പെടാത്തൊരു തലമുറ. എഴുതിയിട്ടോ, ആയിരക്കണക്കിന് ആൾക്കാർ ചവിട്ടിപ്പോയാലും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ കാൽപ്പാടുകളെ മായ്ച്ചു കളയുന്ന ഒരു മണലിന്റെ തലമുറ. ഒരു മണലിന്റെ തലമുറ തന്നെ ചവിട്ടി മെതിച്ചു പോയവരുടെ മുമ്പിൽ അവന് വീണ്ടും ചവിട്ടാൻ മിനുസപ്പെടുത്തി കൊടുക്കുന്ന ഒരു മണലിന്റെ തലമുറ. കൃപ 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 കൃപ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കുക. തലമുറയ്ക്ക് വേണ്ടി ആരാധിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കുക. അതാ ബൈബിൾ, അതാ അബ്രഹാമിനോട് പറഞ്ഞ, ഇതാ ബൈബിൾ. സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. ആമേൻ. 16-ാം അധ്യായത്തിൽ അബ്രഹാം ജഡത്തിൽ വീണു. 16-ാം അധ്യായത്തിൽ അബ്രഹാം ജഡത്തിൽ വീണു. 13 കൊല്ലം ദൈവം സംസാരിച്ചില്ല. 86-ാമത്തെ വയസ്സിൽ ദൈവം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ 99 തുടങ്ങി. സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്നാൽ 17-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ കണ്ടു. അല്ല, ദൈവം അബ്രഹാമിനെ കാണാൻ വന്നു. അടുത്ത ദൂത് പറയാം. 16-ൽ പാപത്തിൽ വീണ അബ്രഹാം 17-ൽ ദൈവത്തിന്റെ കാലെ വീണു. സാഷ്ടാംഗം വീണു. അടുത്ത ദൂത് കേട്ടോ, 18-ൽ ദൈവം വീട്ടിലിറങ്ങി. ആമേൻ. ശിവ, ചില കുറവുകൾ നിനക്കുണ്ട്, പക്ഷെ 16-ലെ കുറവ് 17-ൽ സംഭവിക്കാമെങ്കിൽ കമോൺ 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 കമോൺ. ഇനി ദിവസങ്ങൾ നീട്ടിവെക്കരുത്. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ വീട്ടിനകത്ത് ഉടയവൻ ഇറങ്ങാൻ പോവുക. നിന്റെ വീട്ടിനകത്ത് നിനക്ക് നക്ഷത്രത്തെ പോലെ സന്തതി തരുമെന്ന് പറഞ്ഞവൻ, മണല് പോലെ സന്തതി തരുമെന്ന് പറഞ്ഞവൻ, നീ അത് മറന്നുപോയി. ആമേൻ. ഒരു ദൂത് ദൈവാത്മ പറയുന്നു. ആരെയൊക്കെ ദൈവാത്മ തൊടുന്നുണ്ട്. വാഗ്ദത്തം മറന്നുപോയവരോട് പറയുന്നു, നീ മറന്നാലും ദൈവം മറക്കില്ല. തമ്പുരാനെ, നീ 18-ൽ എന്തിനാ ഇറങ്ങിയ? എന്റെ കൂടെ നിൽക്ക. നീ 18-ൽ എന്തിനാ ഇറങ്ങിയ? 16-ൽ നീ വീണു. അതുകൊണ്ട് 15-ലെ വാഗ്ദത്തം ഇനി നടക്കില്ലെന്ന് നീ വിചാരിച്ചു. 15-ലെ വാഗ്ദത്തം ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ തമ്പുരാൻ 18-ൽ വീട്ടിലിറങ്ങി. എന്റെ കൂടെ ഇന്ന് രാത്രിക്കാലം ഈ മീറ്റിംഗ് വെച്ചത്, ഈ കൺവെൻഷൻ വെച്ചത് ചില വാഗ്ദത്തങ്ങൾ നിന്നെ ഓർപ്പിക്കാൻ. ഇന്ന് രാത്രി ദൂത് പറയുന്നു, നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷവും വരില്ല. ഇന്ന് നീ കാണുന്നതല്ല നിന്റെ തലമുറ. നാളെ അവർ സൂര്യന്മാരായി, നാളെ അവർ സൂര്യന്മാരായി, നാളെ അവർ നക്ഷത്രങ്ങളായി, കടൽക്കരയിലെ മണൽത്തരികളായി, ലോകത്തിന്റെ നെറുകയില് ഉന്നതങ്ങളിൽ അവർ നടമാടുന്നത് നീ ആത്മാവിൽ കാണാൻ പോകുക. ഒന്ന് ദൂത് പറഞ്ഞവർ, ഏറ്റെടുത്തവർ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞ് ആ കരമുയർത്തി തമ്പുരാനെ ഒന്ന് സ്തുതിച്ച് ആ ദൂതം ഏറ്റെടുക്ക. നിന്റെ തലമുറ സ്തോത്രം. പോകാം നമുക്ക്, പോകാം നമുക്ക്. ഹല്ലേലൂയ. 18 തമ്പുരാൻ ഇറങ്ങി. എന്തിനിറങ്ങിയ? വാഗ്ദത്തം ഓർപ്പിക്കാൻ. വാഗ്ദത്തം. അബ്രഹാമേ, നിനക്ക് സൂര്യനെ നിനക്ക് നക്ഷത്രം വേണ്ടേ? വേണം. എനിക്ക് അത് ആ ചോദ്യം എങ്ങനെ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോടാ? ഉവ്വേ. എന്നാ ചോദ്യമാണ്. അബ്രഹാമ, നീ എന്തിനു മിശ്രമി പോയി ആ പെണ്ണുപിള്ളെ വിളിച്ചോണ്ട് വന്നേ? എനിക്ക് കഴിയത്തില്ലേ, എനിക്ക് കഴിയത്തില്ലേ. അബ്രഹാം വിചാരിച്ചു 86 വരെ കഴിയാത്തത് 86 വരെ ഒത്തില്ല, ഇനി 87. അവളാണെങ്കിൽ എല്ലാ ദിവസവും പറയാ,
ഇനി വലിയ പ്രതീക്ഷയൊന്നും. പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ? വെട്ടിക്കളഞ്ഞാരെ 86 പറ്റത്തില്ലെന്ന് നീ മനസ്സിൽ പറഞ്ഞ ദൈവത്തിന് 100 പറ്റും. 86 പറ്റത്തില്ലെന്ന് നീ പറഞ്ഞ എന്റെ ദൈവത്തിന് 100 അത് സാധിക്കും എന്ന് ഉറപ്പിക്കാനാ തമ്പുരാൻ ഇറങ്ങിയിരിക്കുന്നത്. ഓ, നിങ്ങൾ മറന്നുപോയ, ഞാൻ മറന്നുപോയ ചില വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി തിരിച്ച് ഏറ്റെടുത്തോ. തിരിച്ച് മക്കളെ കുറിച്ച് വാഗ്ദത്തങ്ങളുള്ളവരെല്ലാം ഒന്ന് ആരാധിച്ച് ആ വാഗ്ദത്തങ്ങൾ തിരിച്ചെടുക്ക. വാഗ്ദത്തങ്ങൾ തിരിച്ചു വരുന്നു. ആമേൻ. സ്തോത്രം പറ. 18 ആരിറങ്ങി? മറക്കല്ല്. കാണാപ്പാടം പഠിച്ചോണം. കോപ്പിറൈറ്റ് തന്നിരിക്കുന്നു. മുഴുവൻ പ്രസംഗത്തിന് കോപ്പിറൈറ്റ് തന്നിരിക്കുന്നു. 18 ആരിറങ്ങി? തമ്പുരാൻ അബ്രഹാമിന്റെ വീട്ടിൽ കയറിയപ്പോൾ ലോത്ത് യാത്ര പോലും ചോദിക്കാതെ ഇറങ്ങിപ്പോയി. 19 അവൻ ഇറങ്ങിപ്പോയെന്ന് ആരോട് പറയാൻ? 18 തമ്പുരാൻ ഇറങ്ങിയപ്പോ 19 ആരിറങ്ങിപ്പോയി? 20, 21 വീട്ടിൽ പോയി വെച്ചോ. ആകാരം കൊച്ചു ഇറങ്ങിപ്പോയി. തമ്പുരാൻ അകത്ത് കയറിയാൽ പോകേണ്ടവനെല്ലാം യാത്ര ചോദിക്കാതെ ഇറങ്ങിയിരിക്കും. ചിലതൊക്കെ പോവാകട്ടോ, ചിലതൊക്കെ നിന്നോട് വിട പറയാ, ചിലതൊക്കെ നിന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആകുക, ചിലതൊക്കെ നിന്നോട് വിട പറയാ. പക്ഷെ തമ്പുരാൻ അകത്ത് കയറുക. കമാൺ, എന്റെ കൂടെ നിൽക്ക്. അടുത്ത അധ്യായം ഏതാ? 22 ആരെ കാണാൻ പോവാ? കുഞ്ഞാടിനെ കാണാൻ പോവാ. കുഞ്ഞാടിനെ കാണാൻ പോകുമ്പോൾ നിന്റെ കൂടെ ആരെല്ലാം ഉണ്ടായിരിക്കാൻ പാടില്ല? ലോത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല. ലോത്തിന്റെ ഈ ഇടയന്മാരുണ്ടല്ലോ, ഇടയന്മാർ. ലോത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല. ലോത്തിന്റെ ഇടച്ചിലുണ്ടാക്കുന്ന ഇടയന്മാരുണ്ടായിരിക്കാൻ പാടില്ല. ഹാഗാർ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇസ്മായേലും ഉണ്ടായിരിക്കാൻ പാടില്ല. ആര് മാത്രമേ ഉണ്ടാകാവൂ? വാഗ്ദത്ത സന്തതി മാത്രമേ കാണാവൂ. 22 മല കയറാൻ പോവാ. കൃപയുള്ളവർ തമ്പുരാനൊന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മൾ എവിടെ കിടന്നവരെവിടെ വന്നു? കല്ലറ എങ്ങനെ കല്ല് മാറി എന്ന് പറഞ്ഞു വന്നതാ. ഇപ്പൊ എവിടെ നിൽക്കുക? നമ്മൾ പറയുന്നു കല്ല് മാറിയത് ദൂതൻ ഉരുട്ടി മാറ്റിയ. ഞാൻ സമ്മതിച്ചു, നമ്മളെല്ലാം സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ പറ, ശക്തിയുടെ അളവറ്റ വലിപ്പം അതിനകത്തിരിക്കുവോ? ചോദ്യം, ദൂതൻ വരാൻ താമസിച്ചിരുന്നെങ്കിലോ? ഉത്തരം പറ. ദൂതൻ വരാൻ താമസിച്ചിരുന്നെങ്കിലോ? ഉത്തരം പറ. അറിയത്തില്ല. ദൂതൻ വന്നില്ലേലും കല്ല് മാറും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അടുത്തലേക്ക് കിടക്കുന്നു. പക്ഷെ ഒരു എൻകൗണ്ടർ ആവശ്യമായിരുന്നു. അവിടെ ഒരു എൻകൗണ്ടർ ആവശ്യമായിരുന്നു. സ്വത്രം പറ. അപ്പോസ്തലിക് എൻകൗണ്ടർ, പ്രൊഫറ്റിക് എൻകൗണ്ടർ, ഏഞ്ചലിക് എൻകൗണ്ടർ ആൻഡ് ഡിവൈൻ ഡയറക്റ്റ് എൻകൗണ്ടർ. ബൈബിളിൽ 4 എൻകൗണ്ടറുകളുണ്ട്. ഇന്ന് രാത്രി ചെന്നിത്തലയിൽ നടക്കുന്നത് ഒരു പ്രൊഫറ്റിക് ആൻഡ് അപ്പോസ്തലിക് എൻകൗണ്ടറാ. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ? അതൊരു അറ്റാക്കാണ്, അതൊരു മൽപ്പിടുത്തമാണ്. വേദപുസ്തകത്തിലെ 1ാമത്തെ എൻകൗണ്ടർ നടക്കുന്ന യാബോക്കില. ആമേൻ. എന്റെ ചോദ്യം, യാക്കോബിന്റെ തുടഞ്ഞരമ്പിൽ ദൈവം പിടിച്ചത് ദൈവഹിതമാണോ? അതെ. യാക്കോബിന് ഉളുക്കി നടക്കേണ്ടി വന്ന ദൈവഹിതമാണോ? അതെ. ചിലരുടെ ഉളുക്കൊക്കെ ദൈവത്തിന്റെ പ്ലാൻ. ആമേൻ. അതിനു മുമ്പ് പുള്ളി കുറെ ഓടി. എവിടെ വെച്ച്? അമ്മയുടെ വയറ്റിൽ കിടന്നോടി. ചേട്ടനും അനിയനും ഏശാവും 2 പേരും ഓടി അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു. വേണമെങ്കിൽ പോയി 25 എടുത്ത് വെച്ച് വായിക്കുക. അവള് വയറ്റത്ത് കൈവച്ചോണ്ട് ദൈവത്തോട് കരയുന്നുണ്ട്, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. കാരണം ഇതുങ്ങൾ 2ഉം കൂടെ കിടന്ന് കാണിക്കുന്ന കാട്ടായം. അവിടെ എഴുതിയിരിക്കുന്നു, ഒരുത്തന്റെ കുതികാലെ മറ്റവൻ പിടിച്ചിരിക്കുക. എവിടെ വെച്ച്? വയറ്റിനകത്ത്. പിന്നെ അവൻ പുറത്ത് വന്ന വല്ല രക്ഷയുണ്ടോ? പോട്ടെ, അതൊക്കെ വേറെ സബ്ജക്റ്റാണ്. നമ്മൾ അവിടെ നിർത്തുന്നു. 1ാമത്തെ ഓട്ടം അവിടെ തുടങ്ങിയതാ. പിന്നെ അടുത്ത ഓട്ടം അപ്പനോട് അനുഗ്രഹം മേടിക്കാൻ കാട്ടറേച്ച് മേടിച്ചോണ്ട്. ആമേ. വേഷം മുഴുവൻ അമ്മയുടെയാ. ഫാൻസി ഡ്രസ്സിന്
റെബക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന ഫാൻസി ഡ്രസ്. ആ വേഷം മാറി വന്നു അപ്പൻ്റെ മുമ്പിൽ. അവിടെ നിൽക്കട്ടെ, അത് വേറൊരു സബ്ജക്റ്റാ. ആ ഓട്ടം കഴിഞ്ഞ് അടുത്ത ഓട്ടം ഓടിയവൻ അമ്മായി ലൂസിലേക്ക്. ലൂസിന്ന് പിന്നെ ഒരു ഓട്ടം ഓടി അമ്മായിപ്പനടുത്തേക്ക്. അവിടുന്ന് ഒരു ഓട്ടം ഓടി ഏശാവിനെ പേടിച്ച് വേറൊരു സ്ഥലത്തേക്ക്. തിരിച്ചൊരു ഓട്ടം ഓടി വന്ന് നിൽക്കുക യാബോക്കിന്റെ തീരത്ത്. തമ്പുരാനോട് ഇട്ട ദൂത് പറഞ്ഞു, യാക്കോബേ മോനെ, ഈ ഭാര്യയും പിള്ളേരോടല്ല അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. ഭാര്യയും പിള്ളേരോടല്ല അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ ഉടനെ പുള്ളി കണ്ണ് കാണിച്ച് എല്ലാരും അക്കരെ കയറ്റി വിട്ടപ്പോൾ യാക്കോബ് തനിയെ ശേഷിച്ചു. എൻകൗണ്ടർ തുടങ്ങുക. എന്റെ കൂടെ ഇന്ന് രാത്രി നിങ്ങളുണ്ടോ? നിനക്കൊരു ഏഞ്ചലിക് എൻകൗണ്ടർ വേണോ? ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ വേണോ? നിന്റെ സകലതും അക്കരെ നിർത്തിയിട്ട് നീ ഒന്ന് ഒറ്റയ്ക്കായി, നീ ഒന്ന് തനിയെ ഒന്ന് നിന്നേ. എനിക്ക് ദൈവം പറയുന്നു, എനിക്ക് ചിലരെ തനിയെ ഒന്ന് കിട്ടണം ഇതിനകത്ത്. ഇതിനകത്ത് ചിലരെ എനിക്കൊന്ന് തനിയെ കിട്ടണം. ഒരു എൻകൗണ്ടർ വരുന്നുണ്ട്, ഒരു എൻകൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട്, ഒരു മൽപ്പിടുത്തം വരുന്നുണ്ട്. നിസ്സാരമായ എൻകൗണ്ടർ അല്ല. ആ എൻകൗണ്ടറിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായത്. അല്ലെങ്കിൽ ഭൂപടത്തിനകത്തത് കാണുകയില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് നിങ്ങളോട് പറയാ. ചിലപ്പോഴൊക്കെ തമ്പുരാൻ ദൂതന്മാരെ ഇറക്കും. ഇന്ന് രാത്രി അത് വേറെ സബ്ജക്റ്റാണ്. ഞാൻ എങ്കിലും ഒന്ന് തൊട്ട് മുൻപോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. തൃപ്തിക്ക് കല്ലറയുടെ അവിടെ ഒരു ദൂതൻ ഇറങ്ങി. എന്താ പദ്ധതി എന്നറിയാമോ? കാവൽ നിന്നവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ 7 മുദ്രകളെ തകർത്തുകൊണ്ട് അവൻ എന്റെ അരുമനാഥൻ ഉയർത്തെഴുന്നേൽക്കുന്ന അത്ഭുത പ്രവർത്തിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില പൂട്ടുകൾ പൊളിക്കാൻ, നിന്റെ നന്മയ്ക്ക് വിരോധമായി ശത്രു പൂട്ടിയ ചില പൂട്ടുകൾ, ചില മുദ്രകൾ, നിനക്കെതിരായി വെച്ച ചില സിഗ്നേച്ചറുകളും ചില സീലുകളും തകർക്കാൻ. ആരോടൊക്കെ ദൈവം സംസാരിക്കുന്നു? നിന്റെ ലാൻഡ് സംബന്ധമായ വിഷയങ്ങൾ, അതിനകത്ത് ശത്രു നിനക്കെതിരായി വെച്ച ചില സീലുകള്, ചില നിയമങ്ങള്, ചില ഒപ്പുകൾ, ചില സിഗ്നേച്ചറുകൾ പൊളിച്ചു കളയാൻ ദൂതൻ ഇറങ്ങുന്ന എൻകൗണ്ടർ. ചിലതൊക്കെ നിന്റെ ജീവിതത്തില് എന്റെ തമ്പുരാൻ നിനക്ക് അനുകൂലമായി മാറ്റേണ്ടതിന് വേണ്ടി. യെസ്, ഞാനിങ്ങനെ ഇപ്പൊ നിൽക്കുന്നത് ചില എൻകൗണ്ടറുകളാ. ഞാൻ ആരാധിക്കുന്ന സഭയ്ക്കകത്തും എൻ്റെ പ്രാർത്ഥനയിലും ഇപ്പോൾ കൂടെ തമ്പുരാന്റെ ചില എൻകൗണ്ടറുകൾ, അസാധാരണമായ വലിയ അഭിഷേകത്തിന്റെ ഒരു ശക്തി, തിരമാല പോലെ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ചില എൻകൗണ്ടറുകൾ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിന്മേൽ ദൈവാത്മാവ് തൊടുന്നു. ചില ആൻജിയോഗ്രാമുകൾ ദൈവം എടുത്തു മാറ്റുന്നു. ചില സ്റ്റെന്റ് ഇടണമെന്ന് പറയുന്ന ചിലതൊക്കെ ദൈവം എടുത്തു മാറ്റുന്നു. നിന്റെ ഹാർട്ടിനകത്തുനിന്ന് ബ്രെയിനിലേക്ക് രക്തം കൊണ്ടുവന്ന ആർട്ടറി വെയിനുകളെ ദൈവം തൊടുന്നു. നിന്റെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുന്നു. യെസ്, ഇന്ന് രാത്രി വാക്കുകൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അധികാരത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ശരീരത്ത് കൈവച്ച് ആമേൻ പറഞ്ഞു. അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അടിയറവ് പറയാ. രോഗാത്മാക്കളെ ഒരു നിമിഷം കൊണ്ട് എടുത്തു മാറ്റുന്ന ദൈവശക്തി. യെസ്, യെസ്, സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില ആശുപത്രി ബില്ലുകൾ ഞങ്ങൾ ഇവിടെ കത്തിച്ചു കളയുന്നു. ചില ആശുപത്രി ബില്ലുകൾ യേശുവിന്റെ നാമത്തിൽ. ജീസസ് ലർക്ക മൗഡ സേവരാം ധനേ ശകാല ഗൗഡ ബഫാല ദേഗമാ അജഗാന ഗൗഡ ബൽക സേവരാം ധനേ ജബോ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord show mercy, come mercy. Lord come out us, come mercy. പോവാം നമുക്ക്. ഞാനൊരു ചിന്ത പറഞ്ഞോട്ടെ, ആ കല്ലെങ്ങനെ മാറിയെന്ന്. ഒരു നല്ല ചിന്ത മറക്കല്ലേ നിങ്ങൾ. ഈ കല്ല് ഇവരെല്ലാം കൂടെ അവിടെ ഉരുട്ടിക്കൊണ്ടുവച്ചു. യേശുവിന്റെ ശിഷ്യന്മാർ തൂങ്ങിച്ചത്ത യൂദ ഒഴികെ ബാക്കി 11 പേര് വന്ന് ഉരുട്ടിയാലും ഉരുളാൻ പാടില്ലാത്ത മർക്കോസ് 16:1 ആ കല്ല് വലിയ കല്ലായിരുന്നു എഴുതിയിട്ടുണ്ട്. ഈ കല്ലറയുടെ വാതിക്കലോട്ട് ചെന്ന് ഇരുന്നു. ഇരിക്കുകയും ഈ കല്ലകത്തോട്ട് നോക്കി. ഒരു ചിന്തയാണ്. നോക്കിയപ്പം യുഗങ്ങളുടെ പാറ അകത്തിരിക്കുന്നു. യുഗങ്ങളുടെ പാറ അകത്തിരിക്കുന്നു. അപ്പം അതിൽ കല്ല് പറയാ, എന്നെ ഒന്ന് എടുത്ത് മാറ്റ്, ഞങ്ങളുടെ രാജാവാണ് അകത്തിരിക്കുന്നത്. ഓ, തേൻ തരുന്ന പാറ, പിളർക്കപ്പെട്ട പാറ, ആമേൻ, 1000 ലക്ഷങ്ങൾക്ക് വെള്ളം കൊടുത്ത പാറ. ഓ, ആ പാറ ക്രിസ്തുവായിരുന്നു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് പറയുന്നുണ്ട്. ആ പാറയാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ആ പാറയാണ് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്തിരിക്കുന്നത്. ലോകത്തിന്റെ ഒരു കല്ലുകൾക്ക് നിന്റെ നന്മയെ അടയ്ക്കാൻ പറ്റില്ല. ലോകത്തിലെ ഒരു കല്ലുകൾക്കും നിന്റെ നന്മയെ അടയ്ക്കാൻ പറ്റില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങള് ഈ ദൈവവചനമൊക്കെ കേൾക്കുകയും ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഈ ആത്മസന്തോഷവും ഒക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനിതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കുക, ഞാനിതങ്ങ് ഭക്ഷിക്കുക. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. തമ്പുരാന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? കർത്താവ് നമ്മളോടുള്ള നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ ആ വെളിപ്പാട് 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് വെച്ച് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ. സത്യത്തിൽ ദൈവം നമ്മുടെ കണ്ട ആദ്യം പറയേണ്ടത് ഞാൻ അവൻ്റെ കൂടെ ആരാധിക്കുമെന്നല്ലേ. എൻ്റെ കൂടെ വാ, നിങ്ങൾ എൻ്റെ കൂടെ വാ. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ആരാധിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സഭായവും കൂടും, അല്ലെങ്കിൽ ഞാൻ അവനോട് പ്രസംഗിക്കും എന്നൊക്കെയല്ലേ പറയണ്ടേ. പക്ഷെ തമ്പുരാൻ കയറി തൊട്ടത് നമ്മുടെ മൈന്യൂട്ട് കാര്യത്തെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൈന്യൂട്ടിനെ കയറി തൊട്ടു. ഞാൻ അവൻ്റെ കൂടെ കഴിക്കും. ഞാൻ കരഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കിയേ, അതിന്റെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. കർത്താവ് പറയാ, നിന്നെ ഞാൻ കണ്ട, നിന്നെ എന്റെ കൈ കിട്ടിയ പാസ്റ്റർ, കർത്താവ് പറയാ എന്റെ കൈ പാസ്റ്റർ ഒന്ന് കിട്ടിയ, കർത്താവ് പറയാ എന്റെ കൈ നിന്നെ ഒന്ന് കിട്ടിയ, നിന്റെ കൂടെ ഞാൻ എനിക്ക് കഴിക്കണോ, നിന്റെ കൂടെ എനിക്ക് ഭക്ഷിക്കണോ. ഈ സ്നേഹത്തിന്റെ പ്രതീകം സൽക്കാരമാണെന്ന് നമ്മളെ പഠിപ്പിച്ച ആരാ? നമ്മളാരാ പഠിപ്പിച്ചേ? നമ്മളൊന്ന് ബൈബിളിൽ നിന്ന് പഠിച്ചതല്ല, നമ്മുടെ അപ്പന്മാരൊക്കെ പഠിപ്പിച്ച. വീട്ടിലാരെങ്കിലും വന്നാൽ ആദ്യം എന്ത് കൊടുക്കണം? പറ. ചായ കൊടുക്കും, അല്ല എന്ത് കൊടുക്കും? ജ്യൂസ് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ അമ്മമാര് പഠിപ്പിച്ചു, നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ വീട്ടിൽ വന്നവർക്ക് ചായ കൊടുക്കും, ഇതൊക്കെ കണ്ടു. പുസ്തകത്തിനകത്ത് അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? നിന്നെ ഞാൻ കണ്ടാൽ, നീ ഒന്ന് വാതിൽ തുറന്ന, എന്റെ കയ്യിൽ നിന്നെ ഒന്ന് കിട്ടിയ, എനിക്ക് നിന്റെ കൂടെ ഒരു ചായ കുടിക്കണോ, എനിക്ക് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കണോ. ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നിനക്ക് ഇത്ര ആരാധനയുള്ളോ? ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഇത്ര സ്തോത്രമുള്ളോ? ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഇത്രയുള്ളോ നിന്റെ മനസ്സ്? ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് വീഴാം ഇന്ന് രാത്രി. ഇത് ഒരുപാട് പേര് കാണുന്ന ഒരു ഓൺലൈൻ പ്രോഗ്രാമാ, അല്ല റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് പിന്നെ കാണും. അപ്പൊ അതിനകത്ത് കുറച്ച് സുവിശേഷത്തിന്റെ ആഴവും കൂടെ വേണം. പോക ചില മിനിറ്റുകൾ. ദൈവം എവിടെ? ലോകം മുഴുവൻ ചോദിക്കുന്നു, അവൻ കല്ലറയിൽ ഇല്ല. ഇന്ന് രാത്രി സത്യം
പാമ്പ്, പട്ടി, പല്ലി, പഴുതാര, എലി, പുലി, തൊലി, പാവയ്ക്ക, പല്ലിക്ക, പരുത്തിക്ക, പഞ്ഞിക്ക, പടവലങ്ങ, ആമയ്ക്ക, ആത്തയ്ക്ക, ഇതിനകത്തൊന്നും ദൈവം ഇല്ല. മണിമേടയിലും മട്ടുപ്പാവിലും കൊത്തളങ്ങളിലും മാർബിൾ സൗധങ്ങളിലും മനുഷ്യനുണ്ടാക്കുന്ന കണ്ണാടി കൂടുകളിലും കരിങ്കൽ ഭിത്തിയിലും കവലകളിരിക്കുന്ന കവലകളിരിക്കുന്ന കണ്ണാടിക്കൂട്ടിനകത്തും ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഇല്ല. ദൈവം എവിടെ? ദൈവം കാറ്റിലില്ല, ദൈവം കടലിലില്ല, ദൈവം മഴയിലില്ല, ദൈവം പൂവിലില്ല, ദൈവം മണലിലില്ല, ദൈവം മരത്തിലില്ല, ദൈവം സൗന്ദര്യമുള്ള വസ്തുക്കളിലില്ല, ആളത്വമില്ലാത്ത വസ്തുക്കളിൽ ദൈവമില്ല, ആഡംബര വസ്തുക്കളിൽ ദൈവമില്ല. എന്റെ ദൈവം ഈ ലോകത്തിൽ മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ കാണുന്ന ഫലവജ്ഞാനാദിയിലൊന്നും എന്റെ ദൈവം ഇല്ല. ദൈവം എവിടെ? ഹാർമോണിപ്പെട്ടി ഉണ്ടോ മക്കളെ? അതിനകത്ത് കീബോർഡിനകത്ത് ഹാർമോണിപ്പെട്ടി ഉണ്ടോന്ന്? ഇതിനിടയ്ക്ക് ആരാണ്ട് പാടി, ഈശ്വരനെ തേടി ഞാൻ നടന്നു. നിങ്ങളോട് ആര് പറഞ്ഞു? കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിജനമായ വീതിയിലില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിജനമായ വീതിയിലില്ലീശ്വരൻ. കേട്ടിട്ടുണ്ടോ പാട്ട്? അവൻ കണ്ടില്ല കണ്ടില്ല നോദിയോദി കാനന ചോല കുണുങ്ങിയോടി, കാണില്ല കാണില്ല നോദിയോദി കിളികൾ പറന്നു പറന്നുപോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ. അടുത്ത വാക്ക് വിജനമായ വീതി. NH-47 ഇല്ലെന്ന്. ദൈവത്തെ നീ അന്വേഷിക്കണ്ട. പാമ്പ് ഇതുവരെ ആരെങ്കിലും കടിച്ചിട്ട് സോറി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ പാമ്പിനകത്ത് അങ്ങനെ ദൈവം വരും? ഏതെങ്കിലും പശു പറഞ്ഞിട്ടുണ്ടോ കടാവിന്റെ കല്യാണമാണ് നാളെ കറവയില്ലെന്ന്? ആ പശു അങ്ങനെ ദൈവമാകും? ദൈവം എവിടെ? ഇന്ന് രാത്രി ദൈവം എവിടെ എന്ന് പറയുമ്പോൾ നീ തുള്ളിച്ചാടും. ആമേൻ. ഇന്ന് രാത്രി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-27 വായിക്കും മക്കളെ. ഇത് പൂർവ്വകാലങ്ങളിൽ അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്തുണ്ട്. മാവേലിക്കര ദേശമേ, ചെന്നിത്തല ദേശമേ, ഈ ശബ്ദം കേൾക്കുന്നവര്, കല്ലറയ്ക്കകത്ത് കർത്താവില്ല. അവൻ കടലിലില്ല, അവൻ കാറ്റിലില്ല, അവൻ മരത്തിലില്ല, അവൻ നിന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഇന്ന് രാത്രികാല അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പുള്ളവർ ആ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ കവികൾ വരെ പാടിയിട്ടുണ്ട്. ചില പാട്ടൊക്കെ നമുക്ക് പാടാനും പറ്റില്ല. സിനിമാ പാട്ടാന്ന് പറഞ്ഞ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാക്കും. ഹല്ലേലൂയ. ഹൃദയം ദേവാലയം മാനവ ഹൃദയം പാടത്തിൽ ഇത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഹൃദയമാണ് ദൈവത്തിന്റെ ആലയമെന്ന് കവികളും പാടിയിട്ടുണ്ട്. എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യവേദ പുസ്തകം അത് സവിസ്തരം പറയുന്നു. 1 കൊരിന്ത്യർ 3:16 നിന്റെ ഹൃദയം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതിന്റെ അർത്ഥം എന്നാ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു എന്ന അർത്ഥം എന്നാ? ഇത്രയും നാൾ നമ്മൾ പ്രസംഗിച്ച് കേട്ടത് ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ബീഡി വലിച്ചോ കള്ളു കുടിച്ചോ ലഹരി ഉപയോഗിച്ചോ ഈ മന്ദിരം നശിപ്പിച്ചാൽ അവനെ ദൈവം എന്നല്ലേ മനസ്സിലാക്കിയത്? തെറ്റ്. അതല്ല എന്റെ അർത്ഥം. ആമേൻ. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. എല്ലാവരും ഒന്ന് കൈവച്ച് പറഞ്ഞ് ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ മന്ദിരം നശിപ്പിക്കാൻ വരുന്ന ക്യാൻസറിനെ, നിന്റെ മന്ദിരം നശിപ്പിക്കാൻ വരുന്ന മന്ത്രവാദത്തെ, എന്റെ മന്ദിരം നശിപ്പിക്കാൻ വരുന്ന ബ്രെയിൻ ട്യൂമറിനെ, എന്റെ മന്ദിരം നശിപ്പിക്കാൻ വരുന്ന രോഗാത്മാവിനെ, എന്റെ മന്ദിരം നശിപ്പിക്കാൻ വരുന്ന അന്ധകാരത്തെ, എന്റെ മന്ദിരം നീയാ. എന്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ വരുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇതാണ് ഒരു വിഷയത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും. നമ്മൾ മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നെഗറ്റീവാ. മനസ്സിലാവുന്നുള്ളൂ. ഈ മന്ദിരം നശിപ്പിക്കുന്നതിന് ദൈവം ചെയ്തുകൊണ്ട് എന്റെ ദൈവം നശിപ്പിക്കുമായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കുന്നത് അല്ല. ഇത് തമ്പുരാന്റെ മന്ദിരമാ. നീ ദൈവത്തിന്റെ വകയാ. ഒരു രോഗാത്മാവിനെ നിന്നെ നശിപ്പിക്കാൻ പറ്റുകയില്ല. ഒരു അന്ധകാരത്തിന് നശിപ്പിക്കാൻ പറ്റുകയില്ല. ആമേൻ. ഒരു ഉപദ്രവങ്ങൾക്ക് നിന്നെ നശിപ്പിക്കാൻ പറ്റുകയില്ല. തമ്പുരാൻ പറയുന്നത് എന്റെ മന്ദിരമാ, തൊട്ടുപോകരുത്. ഇതെന്റെ മന്ദിരമാ, ഇതെന്റെ മന്ദിരമാ. അതാ വാക്യം. ആ വാക്യം അങ്ങനെ വേണം പഠിക്കാൻ. സ്വത്രം പറ. ആമേൻ. ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്നതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു സംശയമുണ്ട്, ഞാൻ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ച ദൈവത്തിന്റെ മന്ദിരമാണോ? ചെറിയ ടെസ്റ്റിംഗ്, ഒരു ചെറിയ പരിശോധന. ആമേൻ. ഓർത്തോണം, എല്ലാ മന്ദിരത്തിലും തമ്പുരാൻ ജീവിക്കില്ല. ആമേൻ. എന്റെ ദൈവത്തിന്റെ പേര് പരിശുദ്ധനാ. അതുകൊണ്ട് അശുദ്ധി ഉള്ളിടത്ത് അവന് താമസിക്കാൻ പറ്റില്ല. ജീവിക്കുകയല്ലെന്നല്ല. ആമേൻ. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ജീവിക്കാൻ കർത്താവിന് പറ്റില്ല. ആമേൻ. ഈ മന്ന സ്വർഗത്തിൽ നിന്ന് വീഴുമ്പോൾ ആദ്യം മഞ്ഞ് പെയ്തു. ആദ്യം മഞ്ഞിന്റെ പുറത്തും മന്ന വീണു. കർത്താവിന്റെ ദാസന്മാരെ കറക്റ്റ് അല്ലേ? വാക്യമൊന്നും എടുക്കുന്നില്ല. അതിന്റെ പുറത്തും മഞ്ഞ് വീണു. ഇപ്പൊ മന്ന എവിടെയാ? മഞ്ഞിനകത്ത്. അതിന്റെ പേരാണ് ഫ്രിഡ്ജ്. അന്ന് റെഫ്രിജറേറ്റർ ഇല്ല, അന്ന് ഐസ്ക്രീം വെക്കുന്ന പാത്രമില്ല. പക്ഷെ തമ്പുരാൻ ഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കി. കാരണം മന്ന അതിനകത്ത് നിൽക്കൂ. ദൈവത്തിന് ഒരിടത്ത് നിൽക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ പാത്രമായി മാറണം, ദൈവത്തിന്റെ പരിശുദ്ധ പാത്രമായി മാറണം. ഒരു ചോദ്യം, ഇങ്ങനെ പ്രസംഗിച്ചു പോയി അവസാനം ആശീർവാദം പറഞ്ഞു പോകും, എന്റെ കാര്യം ഗതികേടില്ലാകും. ഇല്ല, നിനക്ക് വേണ്ടി ഒരു 5 മിനിറ്റ്. നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നീ പണത്തിൽ വിശ്വസ്തനാണ്, നീ നിന്റെ കുടുംബത്തിൽ വിശ്വസ്തനാണ്, നീ നാട്ടുകാരോട് വിശ്വസ്തനാണ്. ഒറ്റ കാര്യത്തിൽ മാത്രം വിശ്വസ്തനല്ല, ചെയ്യുന്ന പാപങ്ങളിൽ നീ വിശ്വസ്തനല്ല. നമുക്കതൊന്ന് നോക്കാം. വായിക്കാം. സങ്കീർത്തനം 32:5. സങ്കീർത്തനം 32:5. ദാവീദ് പറയുന്നു, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നല്ല, ഉണ്ടാ വേണ്ട. ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നുള്ള പരിപാടി ഇന്ന് നിർത്തണം. ഉണ്ട്, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. ചെടി പറയുന്നതാണ്, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടുണ്ടുണ്ടുണ്ട് എന്തിനു വേണ്ടി എന്തിനാ? ഞാൻ എനിക്ക് കുറവുണ്ട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പോരെ. ദാവീദ് പറഞ്ഞോ, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. അടുത്ത വാക്യം, എന്റെ അകൃത്യം ഞാൻ മറച്ചില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും. ചെറുതാകട്ടെ വലുതാകട്ടെ, നിന്റെ കുറവ് എന്തെങ്കിലും ദൈവസന്നിധിയിൽ ഇതെന്റെ തമ്പുരാൻ നിന്റെ ഹൃദയത്തെ വസിക്കാൻ തടസ്സമായി ഒരു കരടെങ്കിലും ഉണ്ടെങ്കിൽ വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ 6-ാമത്തെ വാക്യം. യെസ്,
ഉൽപ്പത്തി പുസ്തകം 4-6 ആ, നീ കോപിക്കുന്നത് എന്ത്? കൈനേ, നീ കോപിക്കുന്ന എന്ത്? നിന്റെ മുഖം വാടുന്നത് നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? പ്രസംഗം എല്ലാം കേട്ടിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? ആ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നിന്റെ മുഖം നന്നായിരുന്നല്ലോ. ആ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ ഇല്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. മക്കളെ, ഇതെല്ലാവരോടും ഒന്നുമല്ല, ഇതൊരു ഓൺലൈൻ പ്രോഗ്രാമും കൂടെ ആയതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് പലരും കേൾക്കുന്നുകൊണ്ടും നാളെ കേൾക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടും എല്ലാവർക്കും കൂടെയുള്ള മെസ്സേജാ. ദൈവാത്മാ പറയാ, കുഞ്ഞെ, പാപം നിന്റെ വാതുക്കളുണ്ട്. ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിജുവാനയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും MDMA-യും പെതഡിനും LSD-യും തുടങ്ങിയ മാരകമായ മയക്കുമരുന്നുകൾക്ക് യുവലോകം അടിമയായിക്കൊണ്ടിരിക്കുക. പാറിപ്പറഞ്ഞ മുടിയും കീറിപ്പറഞ്ഞ വസ്ത്രവും തുറിച്ച കണ്ണുകളും അലറുന്ന മുഖവുമായി അമ്മമാർ മോർച്ചയുടെ വാതുക്കൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുത്തിക്കെട്ടി കിട്ടിയ മകന്റെ ശവം കണ്ട അലറി കരയുന്ന കാഴ്ച. നാളെ ഇവിടെ നീളങ്ങളിൽ ചെന്നിത്തലയുടെ വാർത്ത ഒരു ദുഃഖവാർത്തയായി പത്രത്തിൽ വരാതിരിക്കാൻ 5 പേരെ ചുറ്റിക്കടിച്ചു കൊന്ന അഫാനും സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് അപ്പനെ വെട്ടിക്കൊന്ന MBBS വെള്ളറടക്കാരൻ ഡോക്ടറും സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന തള്ളയും കഷായം കൊടുത്ത് കാമുകനെ കൈക്കകത്ത് വെച്ച് കൊന്നുകളഞ്ഞ രേഷ്മയും ഇന്ത്യൻ ചരിത്രത്തിനകത്ത് കിടക്കുമ്പോൾ നാളെയുടെ നീളങ്ങളിൽ മാവേലിക്കരയിൽ ചെന്നിത്തലയിലും ഒരു അങ്ങനെ ദുരന്ത വാർത്ത വരാതിരിക്കാൻ നിന്റെ വാതുക്ക കിടക്കുന്ന പാപത്തെ മാറിപ്പോ. ഇത് സുവിശേഷ മഹായോഗമാണ്. എന്തെങ്കിലും വായിത്തോന്ന് പറഞ്ഞിട്ട് ഈ വചനങ്ങളാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കോ അനുഗ്രഹിക്കാതിരിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ല കെ അബ്രഹാം. നാളെ പറയരുത് പാസ്റ്റർ കെ അബ്രഹാം വന്നു, ഭയങ്കര ആരാധനയായിരുന്നു, കയ്യടിയായിരുന്നു, എന്താ പറഞ്ഞതെന്ന് ആർക്കറിയാം എന്നൊന്നും പറയാതിരിക്കാൻ ഇത് റെക്കോർഡിലുണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷം. വാതിക്കൽ പാപം കിടപ്പുണ്ട്. നിന്റെ എതിർവശത്ത് പാപമുണ്ട്, നിന്റെ മുൻപിൽ പാപമുണ്ട്, നിന്റെ ഇടത്ത് പാപമുണ്ട്, നിന്റെ വലത്ത് പാപമുണ്ട്. നീ നടുക്ക, നീ വിട്ടുമാറിക്കോളാനാ ദൈവാത്മ പറയുന്നേ. അല്ലെങ്കിലോ 38:4 സങ്കീർത്തനം. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു. വായിക്കുന്ന മക്കള് പറ, ഇത് എവിടെ കിടന്ന പാവാ? ഇച്ചിരി മുമ്പ് വായിച്ച എവിടെ കിടന്ന? മൈക്ക് പറഞ്ഞു വാതിൽ കിടന്ന, വാതുക്ക കിടന്ന പാപം എവിടെ കിടക്കുന്ന പറഞ്ഞ വാതുക്കൽ. ഇപ്പൊ വായിക്കത്തില്ല, പാപം എവിടെ കയറിയിരിക്കുന്നു? തല കയറി. വാതുക്ക കിടന്നപ്പോ മാറിപ്പോരുന്ന തല കയറുവോ? വാതുക്ക കിടന്ന പാപമല്ലേ, മാറിപ്പോവാൻ പറഞ്ഞില്ല ഞങ്ങള്. കേട്ടോ? നീ കേട്ടോ? ഇപ്പോൾ അവൻ പറയാ, അതിപ്പോ എന്റെ തലയെ കയറി. വായിച്ച മക്കൾ ആ വാക്യം ഒന്നും വെക്കും. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു. അത് തലയുടെ മുകളിൽ കയറി. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, എടുത്ത് താഴക്കള. തല കയറിയെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു, എടുത്ത് താഴക്കള. ഈ യോഗം അതിനാ വെച്ചിരിക്കുന്നു, എടുത്ത് താഴക്കള. പാപം വലിച്ചെറി. കളഞ്ഞില്ല, അവൻ കളഞ്ഞില്ല. 38:5 വായിക്കുക. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. നാട്ടിൽ നാറ്റുവായോ? വാതൊക്കെ കിടന്ന പാവാണോ? ഇവ എടുത്ത് തല വെച്ചു. ഇപ്പൊ എന്തായി മാറി? നാട്ടിൽ ഇറങ്ങി നടക്കണ്ട. ഇപ്പം ഇത് തലേന്നെടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങിയെങ്കിലും നടക്കായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചു? നാറ്റുവായി. ആൾക്കാർ പറയാ, അവിടെ അവനെയാ മറ്റേ MDMA ആയിട്ട് പിടിച്ച, മറ്റേ പോലീസ് പിടിച്ചു. നാട്ടിലിറങ്ങാൻ മേല. ഇപ്പോഴും പറയുന്നു, നിന്റെ വീടിനടുത്ത് നല്ലൊരു ആരാധനയുണ്ട്, അവിടെ പോകും.
ഏറ്റുപറ, മുട്ടുകുത്ത്, നിനക്കൊരു മാറ്റമുണ്ടാകും. നാറ്റം ഒരു മാറ്റത്തിന് കാരണമാണ്. ആമേൻ. അല്ല, ഇങ്ങനെ മുൻപോട്ട് പോകാനാണെങ്കിൽ വായിക്കും മക്കളെ. 5, എന്റെ ഭോഷത്വം ഹേതുവായി അല്ല 6, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. വാതൊക്കെ കിടന്ന പാവം ഇവനെടുത്ത് എവിടെ വെച്ചു? തലേ വെച്ചു. അത് പിന്നെന്തായി മാറി? നാറ്റമായി മാറി. ഇപ്പൊ അവൻ എന്താ പറ്റി? നിവരാൻ മേല തല. അതുകൊണ്ടാണ് ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന്. ഈ വാക്യത്തിന്റെ അർത്ഥം പറയണമെങ്കിൽ ഇത് വായിക്കണം. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം വായിച്ചങ്ങ് ആ ഭാഗം നിർത്താം. 10 വായിച്ച് നിർത്തും മക്കളെ. എന്റെ നെഞ്ചിടിക്കുന്നു. അറ്റാക്ക്, അറ്റാക്കായി. ഐസിയുൽ അഡ്മിറ്റാ. ഐസിയുല് അറിഞ്ഞില്ലായിരുന്നു, മറ്റേ പുള്ളി ഐസിയുൽ അഡ്മിറ്റാണ്. താഴെ കിടന്ന വാവ എടുത്ത തലയെ വെച്ച് നാറ്റമാക്കി. നാട്ടിൽ എഴുതാക്കാൻ മേലാതായി. ഇതിപ്പോ അറ്റാക്കായിട്ട് ഐസിയു കിടക്കാം. സ്കാനിങ് ചെയ്യണം, MRI ചെയ്യണം, വലിയ പോളാണ്. 5 ഗ്രാം വേണം, സ്റ്റെന്റ് ഇടണം. മര്യാദയ്ക്ക് ആ സഭയിൽ പോയപ്പോൾ ഒരു മനസാന്തരത്തിന്റെ ദൂത് കേട്ടാൽ, കുറവുണ്ടെന്ന് ബോധ്യം വന്നാൽ, ഒന്ന് താണു കൊടുക്കാൻ, വീണു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് ഏൽപ്പിച്ച് കർത്താവേ എന്ന് പറഞ്ഞ് സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ, എന്റെ കർത്താവ് ഇന്ന് രാത്രി വിടുവിപ്പാൻ ശക്തനാണ്. ഇവിടെ വന്നിട്ടുണ്ട് തമ്പുരാൻ, ഇവിടെ വന്നിട്ടുണ്ട് തമ്പുരാൻ. എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആ പുള്ളി പറയാ, ഇപ്പൊ അറ്റാക്കുമായി. ഇപ്പൊ ഡോക്ടർ പറയുന്നേ ഇനി ഒരറ്റാക്ക് കൂടെ വന്നാ ഭാര്യയും പിള്ളേരും എല്ലാം അനാഥരാകും. അപ്പൊ എന്താ തീരുമാനം? എന്താ? എനിക്കിനി നന്നായിട്ട് ജീവിക്കണം. അപ്പോഴും ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറാണ്. അതാണ് ആ ദൈവത്തിന്റെ പ്രത്യേകത. പക്ഷെ ഏറ്റെടുക്കുമ്പോൾ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. വായിക്കാം മെഗസ്കേൽ 36, 25, 26. ഇപ്പൊ ഏറ്റെടുക്കണം. ആദ്യം ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഏറ്റെടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ കഴിഞ്ഞേ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. വായിച്ചോ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലരാക്കും. ഓപ്പറേഷൻ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. മറ്റേ ഹൃദയം ഇനി പുള്ളിക്ക് വെക്കാൻ പറ്റുകയല്ല, അത് മൊത്തം ഇടിച്ച് നാശമായി കിടക്കുക. ട്രാൻസ്പ്ലാന്റേഷൻ വെക്കുക. പുള്ളിയുടെ ഹൃദയം അങ്ങ് എടുത്തങ്ങ് മാറ്റുകയാണ്. ഇനി പഴയ ഹൃദയം നിനക്ക് വേണ്ട. നിനക്ക് കല്ലായുള്ള ഹൃദയം മാറ്റി. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കല്ലായുള്ള ഹൃദയത്തെ മാറ്റി നിനക്ക് മാംസളമായ ഒരു ഹൃദയത്തെ നൽകി. ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോകും. ഇന്ന് രാത്രി എന്റെ പ്രസംഗത്തിന്റെ സബ്ജക്റ്റ് മറക്കല്ലേ. യേശു എവിടെ? നമ്പർ 1, യേശു എന്റെ ഹൃദയത്തിൽ. ആമേൻ. ഈ അടുത്ത 2-3 1, 2, 3 പറയും, കുറിച്ച് വെച്ചോ. നിങ്ങൾ പിന്നെ അത് ബൈബിളൊക്കെ പഠിച്ച് പ്രസംഗിച്ചോ. 2-3 പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടുന്നു, അവരുടെ നടുവിൽ ഞാനുണ്ട്. യേശു കല്ലറയിലില്ല, പക്ഷെ യേശു ഇവിടെ ഉണ്ട്. ഓ, സ്വതന്ത്രം പറഞ്ഞാട്ടെ. യേശു കല്ലറയിലില്ല, പക്ഷെ എവിടെ ഉണ്ട്? പറഞ്ഞു, ഇവിടെയുണ്ട്. 3 അപ്പോസ്തലപ്രവൃത്തിയിൽ 7-ാം അധ്യായത്തിന്റെ 54-55 വാക്യങ്ങൾ. സ്തേഫാനോസിനെ യഹൂദന്മാർ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. അപ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കണ്ടു. 109-ാം സങ്കീർത്തനം 31-ാം വാക്യം. എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്ന് രാത്രി തമ്പുരാനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഒറ്റ ചോദ്യം, അതിന് ഉത്തരം പറഞ്ഞേക്കാം. കർത്താവേ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോ അങ്ങ് എന്തിനാ എഴുന്നേറ്റ്? ഉത്തരം 68 സങ്കീർത്തനം 1 വാക്യം. യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആമേൻ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ യൂതന്മാർ ലോകം മുഴുവൻ ചിതറി. എന്റെ തമ്പുരാൻ എഴുന്നേറ്റപ്പോൾ, ഓ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ